നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കൊറിയൻ ലവ് ഗെയിം. ഗാസിയാബാദിൽ കൗമാരക്കാരികളായ 3 സഹോദരിമാർ ഫ്ളാറ്റിൻ്റെ 9ാം നിലയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്ത ഞെട്ടിക്കുന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് കൊറിയൻ ലവ് ഗെയിം എന്ന വാക്ക് പൊതുസമൂഹം ഇതുപോലെ ചർച്ച ചെയ്യുന്നത്. വെർച്വൽ ലോകത്ത് പ്രണയവും വൈകാരികതയും മാനസികോല്ലാസവും ടാസ്കുകളുമൊക്കെയായി അനേകായിരം കൗമാരക്കാർക്ക് എന്നേ പരിചിതമാണ് കൊറിയൻ ലവ് ഗെയിം. അവരിൽ പലരുടെയും ലോകവും ജീവിതവും ആണത്. നമ്മളീ ജീവിക്കുന്ന ലോകത്തിന് സമാന്തരമായി മറ്റ് നിരവധി ഓൺലൈൻ അധോലോകങ്ങളുണ്ട്. അതിവിചിത്രമാണ് അതിൽ പലതും. ആ ലോകത്തെ ചിന്തകളും പ്രവർത്തനവും ജീവിതവും ഒന്നും പൊതുസമൂഹത്തിൻ്റെ സാമാന്യയുക്തിക്ക് ചേരില്ല. അത്തരം ലോകത്ത് ജീവിക്കുന്ന നിരവധി കുട്ടികൾ നമുക്കിടയിലുണ്ട്. നമ്മൾ തിരിച്ചറിയണമെന്നില്ല ഈ വിചിത്ര ലോകത്തെ അവരുടെ ജീവിതം. ഏതു സമയവും മുറിയിൽ കതകടച്ചിരുന്ന കുട്ടി ചുറ്റുപാടുകളിൽ നിന്നകന്ന മറ്റൊരു ലോകത്ത് വിചിത്രമായ ജീവിതം തുടങ്ങി കാലങ്ങൾ കഴിഞ്ഞാവും പലപ്പോഴും അച്ഛനമ്മമാർ പോലും ഇത് അറിയുക. മാനസികമായ വലിയ ദുരന്തത്തിൽ കുട്ടി വീണു കഴിഞ്ഞിട്ടാവും പലപ്പോഴും നമ്മൾ ഇത് തിരിച്ചറിയുക. കൊറിയൻ സുഹൃത്ത് എന്ന പേരിൽ പരിചയപ്പെട്ടയാൾ വാഹനാപകടത്തിൽ മരിച്ചെന്ന് കേട്ട് അത് സഹിക്കാനാവാതെയാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് 16-കാരി ആത്മഹത്യ ചെയ്തത്. ജീവനെടുക്കുന്ന ഈ ഓൺലൈൻ ഗെയിമുകളുടെയും സൈറ്റുകളുടെയും കെണികളിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ രക്ഷിക്കാം? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തുനിന്നും. ശ്രീ ശിവദാസൻ, ഗാസിയാബാദിൽ 10, 12, 14 വയസ്സുള്ള 3 പെൺകുട്ടികൾ 9ാം നിലയിൽ നിന്ന് രാത്രി ചാടി ആത്മഹത്യ ചെയ്ത വാർത്ത, അത് കൊറിയൻ ലവ് ഗെയിം എന്ന് പറയുന്ന ഒരു ഗെയിമിനെ അടിപ്പെട്ടാണ് ചെയ്തത് എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ ഇത്തരം ഗെയിമുകളുടെ മറ്റൊരു ലോകത്ത് അല്ലെങ്കിൽ ഇത്തരം വിചിത്രമായ ഒരു ലോകത്ത് ജീവിക്കുന്ന അനേകം കുട്ടികൾ നമുക്കിടയിലുമൊക്കെ ഉണ്ട്. ഇടയ്ക്കൊക്കെ നമ്മളും അത്തരം വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതിൽ നിന്ന് എങ്ങനെ മാറ്റാൻ കഴിയും? നമസ്കാരം. നമസ്കാരം സാറേ, ഇത് നമ്മളെ 2000 ശേഷം മൊബൈല് ആറ്റുമായി എല്ലാവരും കൈകളിൽ കിട്ടി. ഇന്റർനെറ്റ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കൊറോണ കാലത്ത് ഇഷ്ടംപോലെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി സാധാരണക്കാർ മക്കൾക്ക് ഇന്ന് മൊബൈലില്ല. ഒരു സാമാന്യ ശമ്പളം പൈസ ഉള്ളവരെ വാങ്ങിക്കൊടുത്തു, ക്ലാസ് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഇഷ്ടം പോലെ 150 കോടിയുള്ള നമ്മളെ ഇന്ത്യ ജനങ്ങൾക്ക് ഉള്ള സമയമാണ്. പക്ഷേ 3 കുട്ടികൾ ആത്മഹത്യ ചെയ്ത് 3 പെൺകുട്ടികൾ, അത് അച്ഛനമ്മയ്ക്കും ഏറ്റവും ക്രൂരമായ ശിക്ഷ അവർ കൊടുത്തിട്ടുള്ളത്. എന്നു കേട്ടാൽ ഒരു അറിവുകേടാണ്. കാരണം അച്ഛമ്മമാരും മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും നല്ല ഭക്ഷണം കൊടുക്കാനും നല്ല വീട് കൊടുക്കാനും നല്ല ജീവിക്കാൻ വേണ്ടിയുള്ള അച്ഛനമ്മയുടെ ഉത്തരവാദിത്തം അത് ഇന്ന് തലമുറ മനസ്സിലാക്കിയാൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ. 2-3 വരി കൊറിയർ കാണാം, USA കാണാം, സ്വിറ്റ്സർലൻഡ് കാണാം. നമുക്ക് ആവശ്യം എടുക്കുക. നമുക്ക് എല്ലാവർക്കും മൊബൈലിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒന്ന് നമ്മൾ വാഗോട്ട് പറഞ്ഞാൽ മതി, അത് തിരിച്ചു വരും. പക്ഷെ നമുക്ക് ആവശ്യം എടുക്കുക. നമ്മൾ അമ്മമാരെയും അച്ഛന്മാരെയും നമ്മുടെ നാട്ടിൽ ഇന്ത്യ രീതിയിൽ നമ്മൾ ഏത് മതക്കാരാണോ അവർക്ക് പക്വത, അത് നമ്മളെ സ്വന്തം മക്കൾ കണ്ടാൽ മാത്രമേ അത് മുമ്പോട്ട് വരാൻ സാധിക്കൂ. അവർ തന്നെ മുൻകൈ എടുക്കുകയും വേണം. അല്ല അച്ഛന്മാർ പറയുന്നതോറും ദേശം കൂടുതലേ ഉള്ളൂ. ശ്രീ ശരത്താണ് ബാലരാമപുരത്തും. ശ്രീ ശരത്ത്, ഈ കുട്ടികൾ സമാന്തരമായ ഒരു ലോകത്ത് ജീവിക്കുകയും അവരവിടെ വലിയ ഗെയിമുകളൊക്കെ കളിച്ച് അവിടെ തന്നെ അവരുടെ പ്രണയവും അവരുടെ സന്തോഷവും എല്ലാം അവരവിടെ അടിപ്പെട്ട് ജീവിക്കുന്നു. ചിലപ്പോൾ രക്ഷകർത്താക്കൾ പോലും തിരിച്ചറിയുന്നത് കാലങ്ങൾ കഴിഞ്ഞ് ഈ കുട്ടിയെ തിരിച്ചെടുക്കാൻ കഴിയാത്തത്ര മാനസിക പ്രയാസത്തിലുമൊക്കെ പെണ്ണ് എത്തിയ ശേഷമായിരിക്കും. എന്താണ് യഥാർത്ഥത്തിൽ ഇതിനൊരു പരിഹാരം? എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ കോവിഡിന്റെ ഒക്കെ സമയത്ത് ലോക്ക്ഡൌൺ വന്ന കാലത്ത് ആണ് ഈ മൊബൈൽ ഫോണ് കൂടുതൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോ പിന്നെ മൊബൈലിനകത്ത് ഏതൊക്കെ എല്ലാ ആപ്ലിക്കേഷനുകൾ കുട്ടികൾക്ക് കാണാൻ കഴിയും. മാതാപിതാക്കൾ കൂടെ ഉള്ളപ്പോൾ തന്നെ അത് കാണാനും അത് മനസ്സിലാക്കാനുമുള്ള അവസരം കൊടുക്കണം. അല്ലാതെ എപ്പോഴും മൊബൈൽ കൊടുക്കുകയും മൊബൈലിൽ തന്നെ ഒരു അഡിക്റ്റായി ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കരുത്. കാരണം ഒരുപാട് ആപ്ലിക്കേഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് വിശ്വസിക്കാൻ പറ്റുന്നത് എന്തായിരിക്കും, അല്ലെങ്കിൽ അതിനകത്ത് ചതികൾ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നത് ഒരുപാട് കാലം കഴിഞ്ഞിട്ടായിരിക്കും അറിയുന്നത്. അപ്പം കഴിയുന്നതും അത് ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുക, എല്ലാ കാര്യത്തിലും മൊബൈൽ ഫോൺ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട്. പക്ഷെ അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ഏതാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം കൃത്യമായിട്ട് ഒരു
ഒരു വിദ്യാഭ്യാസം കൊടുക്കുകയും അത് സ്കൂളും കോളേജ് തലത്തിൽ തന്നെ അതിനകത്ത് ഒരു പ്രത്യേക തരം ക്ലാസ് കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അപ്പോഴും വളരെ പ്രധാനപ്പെട്ടതാണ്. സ്കൂൾ തലത്തിൽ തന്നെ കുട്ടികളെ ഇത്തരം ചതിക്കുഴികൾ നിങ്ങൾ എങ്ങനെ പെട്ടുപോവാതിരിക്കാം എന്ന് പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾ ജീവിച്ച ഒരു കാലത്തോ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് വരെയുള്ള മനുഷ്യർ ജീവിച്ച ഒരു കാലത്തല്ല ഈ ഒരു പതിറ്റാണ്ടിലെ കുട്ടികൾ ജീവിക്കുന്നത്. അവരുടെ വിചിത്രമായ ചില ലോകങ്ങളുണ്ട്. അവിടെയൊക്കെ പെട്ട് ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്കോ ഒക്കെ അവർ പോയി കഴിഞ്ഞായിരിക്കും പലപ്പോഴും നമ്മൾ അത് തിരിച്ചറിയുക തന്നെ. എന്താണ് ഇതിനതൊരു പരിഹാരം? ശ്രീ പീതാംബരനാണ് പള്ളുരുത്തിയിൽ നിന്നും. ശ്രീ പീതാംബരൻ, താങ്കളും ഇത്തരം വാർത്തകൾ നിരന്തരം വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതാണല്ലോ. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാലേ സാറേ, നമ്മൾ കൊച്ചു കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നത് ഭയങ്കരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അവർ നന്നാവണം, അവർ പെൺകുട്ടികളാണെങ്കിൽ വിവാഹം കഴിക്കണം, അവർ മക്കളുണ്ടാകണം, അവർക്ക് ഉദ്യോഗം കിട്ടണം, ഇതൊക്കെ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷേ നമ്മൾ പൊതുരംഗത്തൊന്നും ഇപ്പൊ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഈ ഫോൺ ചുവന്നുകൊണ്ട് കിടക്കുന്നത് ഈ പെൺകുട്ടികളാണ്. വീട്ടിൽ ഇരുന്നാൽ പറയാൻ പറ്റാത്ത കാര്യം എന്താണ്, വഴിയിൽ പറയാനുള്ളതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് മാതാപിതാക്കളാണ് അതിന് ഉത്തരവാദി പറയേണ്ടത്. ഇപ്പൊ എന്റെ മോളാണെങ്കിൽ ഒരു സമയം കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും, മതി നീ എന്താണ് ഫോണിൽ തന്നെ കിടക്കണം, അല്ലെ പഠിക്കാൻ നോക്ക്, അല്ലെ കിടക്കാൻ നോക്കുക, അല്ലെ ആഹാരം കഴിക്കാൻ. ഇതൊന്നുമില്ലാതെ ഇത് തന്നെ വെച്ചോണ്ടിരുന്ന് നേരം പഠിപ്പിക്കുന്ന ഈ പെൺകുട്ടികളാണ് കൂടുതലും നമ്മുടെ സമൂഹത്തിൽ നിന്നുള്ളത്. ഏറ്റവും കൂടുതൽ വഴിതെറ്റി പോകുന്നതും പെൺകുട്ടികളാണ്. അത് നമ്മൾ മനസ്സിലാക്കി നമ്മളുടെ കുട്ടികളെ നമ്മൾ തന്നെ ഉത്തരവാദിത്വം നമുക്കാണില്ല, അല്ലാണ്ട് വേറെ ആർക്കുമില്ല. ശ്രീ പീതാംബരൻ, ഇതിൽ അല്ല ശരി ഞാൻ പറയട്ടെ, ആൺകുട്ടികൾ കുറവാണ്. സാർ ഒന്ന് റോട്ടെ നോക്കിയ ബസ്സിൽ പോകാൻ നേരത്തെ ഇതിഞ്ഞു പോകുന്നുണ്ട് നടക്കണം, അവളെക്കാട്ടും വലുതായിരിക്കും. പക്ഷെ ഞാനിതൊരു കുട്ടിയോട് പറഞ്ഞപ്പോ ആ കുട്ടി പറഞ്ഞതെന്താണെന്നറിയാവോ, നമ്മളിത് ഫോൺ ചെയ്യേണ്ടതാണ്. ഞാൻ പോയിട്ട് ഈ വഴിയിലല്ല ചെയ്യേണ്ടത്, വഴിയിൽ എല്ലാ ദിവസവും ഞാൻ കാണണേ. ഞാൻ വിളിച്ചൊരു കുട്ടിയോട് ചോദിച്ചു, വല്ല വണ്ടി വന്നാൽ നീ കാണുമോ കോട്ടയിൽ കൂടി ഇതും പിടിച്ചോണ്ട് നടന്നാൽ? എന്ത് ഭാരമുള്ള സാധനമാണെങ്കിൽ ഒന്നുകൊണ്ട് നടക്കണം. എന്താണ് ഇത്തരം വില നോക്കാനുള്ളത്? പെൺകുട്ടികളാണ് നമ്മുടെ. മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, യഥാർത്ഥത്തിൽ നമ്മൾ ഈ ജീവിക്കുന്ന ലോകത്തിന് സമാന്തരമായി മറ്റ് കുറേ ലോകങ്ങളുണ്ട്. അവിടെയൊക്കെ ജീവിക്കുകയും അവിടെയൊക്കെ തന്നെ ജീവിതം അവസാനിച്ചു പോവുകയും ചെയ്യുന്ന കൗമാരക്കാരായ കുട്ടികൾ നിരവധിയുണ്ട്. യഥാർത്ഥത്തിൽ ഇതിനൊക്കെ തടയിടാൻ നമുക്ക് കഴിയേണ്ടതല്ലേ? നമസ്കാരം. പറഞ്ഞോളൂ. മുമ്പ് പറഞ്ഞ ആള് പറഞ്ഞത് തന്നെ എനിക്കും ഈ കാര്യത്തിൽ പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഒരു ലൈസൻസ് ഇല്ല പെൺകുട്ടികൾക്ക്. ഏത് സഭയിൽ നിന്നും ഏത് സ്ഥലത്തുനിന്നും ഈ മൊബൈലിൽ കളിക്കുക. ശ്രീ മുഹമ്മദ്, അത് യഥാർത്ഥത്തിൽ പെൺകുട്ടികളെന്ന് ആൺകുട്ടികളെന്നൊന്നും അങ്ങനെ ഈ തിരിക്കേണ്ടതില്ല. യഥാർത്ഥത്തിൽ ഈ പുതിയ കാലത്തെ കുട്ടികൾക്ക് അങ്ങനെ ആ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും ഒരുപോലെയാണ് അക്കാര്യത്തിലൊക്കെ. അത് ഒരുപോലെയാണ് സാർ. എന്നാലും പെൺകുട്ടികൾക്ക് കുറച്ചൊരു ഇത് വേണ്ടേ? ഈ ബസ്സിലും ബസ് സ്റ്റാൻഡിലും ബസ് കയറുന്നിടത്തും ബസ്സിന്റെ ഉള്ളിലും ഒക്കെ ഒരു കുറച്ചൊരു മാന്യത പുലർത്തണ്ടേ സാറേ? അതോ ഇതുമായിട്ട് എന്ത് ബന്ധമാണ് ശ്രീ മുഹമ്മദ്? നമ്മുടെ വിഷയം തന്നെ അതല്ലല്ലോ. ഈ കുട്ടികൾ അങ്ങനെ പുറം ലോകവുമായിട്ടുള്ള ബന്ധമൊക്കെ ഉപേക്ഷിച്ച് അവർ ഇന്റർനെറ്റിൽ ഒരു ലോകത്തേക്ക് എത്തിപ്പെടുന്നു. അവിടെ അവർക്ക് അവരുടേതായ മറ്റൊരു ലോകത്ത് അവർ ജീവിക്കുകയും അവിടെ വലിയ ടാസ്കുകളൊക്കെ അവർ കൊടുക്കുന്നു. അത് അവർ നേടുന്നു. ആദ്യം സന്തോഷം വരുന്നു, അവസാനം അവരതിന് അടിപ്പെടുന്നു. മാനസികമായി അടിപ്പെട്ട് ആത്മഹത്യയിലേക്കും അപകടത്തിലേക്കും ഒക്കെ ചെന്നിയാടും. ചിലർ ലക്ഷക്കണക്കിന് വരുന്ന പണം നഷ്ടപ്പെട്ട് കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ രക്ഷകർത്താക്കൾ പോലും അറിയുക. അങ്ങനെയൊക്കെ പല പല അപകടങ്ങൾ. അതാണ് ആ അപകടങ്ങൾ തന്നെ ഇപ്പൊ ഉണ്ടാക്കുന്നത് ഈ കുട്ടികളെ മൂർത്താന്നുണ്ടാവുന്നതല്ലേ സാറേ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സാറേ. ശരി, കുട്ടികള് അത്ര നല്ല കുട്ടികളൊന്നുമല്ല. ശരി, ഓക്കെ. ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീനിവാസൻ, താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? എങ്ങനെ നമുക്ക് ഈ കുട്ടികളെ ഈ അപകടത്തിൽപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകാം? ഇതിൽ 100% മൊബൈൽ ഫോണിലെ അധികമായിട്ടുള്ള ഉപയോഗം കൂടിയിട്ടാണ് ഇതെല്ലാം കാണുന്നത്. നമ്മളെ രക്ഷകർത്താക്കൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. വേണ്ടപ്പെട്ടിടത്തുള്ള ഉപയോഗങ്ങൾ ഉപയോഗിക്കാണ്ട് മറ്റു രീതിയിലുള്ള രാത്രികളിൽ ഇന്റർനെറ്റ് വഴിയുള്ള ഫോണുകളൊക്കെ വീട്ടുകാർ മുമ്പിൽ വെച്ചുള്ള അതൊക്കെ നിരോധിക്കേണ്ട. വീട്ടുകാരുടെ ശ്രദ്ധ കുറവുകൊണ്ടാണ് ഇതൊക്കെ കുറെയൊക്കെ പറ്റുന്നത്. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അവർ കൂടുതൽ അമിതമായുള്ള സ്വാതന്ത്ര്യം വീട്ടുകാർ കൊടുത്തിട്ടാണ് ഇത്തരം പ്രശ്നങ്ങളും ഈ അബദ്ധത്തിലും ഫൈനാൻഷ്യലായിട്ടുള്ള ഇതിലൊക്കെ ചെന്ന് പോകേണ്ടത്. വീട്ടുകാർ ഇതൊന്നും അറിയില്ല. ഇവര് എവിടേക്ക്
ഇന്റർനെറ്റ് കണക്ഷൻ കൂടി ചെയ്യുന്നതൊക്കെ. ഇതൊക്കെ വീട്ടുകാരുടെ പിടിപ്പുകേട് കൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വീട്ടുകാർ കൂടി ഏറ്റവും ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയൂ. ശ്രീ ഗണേശനാണ് തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീ ഗണേശൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കുട്ടികളൊക്കെ പലപ്പോഴും മുറിയടച്ചിരുന്ന് പഠിക്കാൻ ആണെന്നാണ് രക്ഷകർത്താക്കൾ ധരിക്കുക. അവർ അങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാറില്ല. പക്ഷെ അവർ അതിനകത്തിരുന്ന് മറ്റൊരു ലോകത്ത് ജീവിച്ച ശേഷമാവും അറിയുക. 100% അല്ല. ഈ വീട്ടില് 100% ഈ കുട്ടികളുടെ ഈ നശിക്കുന്നത് മൊബൈൽ കാരണമാണ്. കുട്ടികളുടെ ഈ വീട്ടിൽ കണക്ട് കഴിഞ്ഞാൽ പിന്നെ ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സാർ, ഈ ആൻഡ്രോയിഡ് സെറ്റ് മാറ്റി കുട്ടികൾ കൊടുക്കേണ്ട ബട്ടൺ ടൈപ്പ് സെറ്റിൽ പഴയ ടൈപ്പ്. ഹലോ, എന്താണ് ഈ ബട്ടൺ ടൈപ്പ് ആൻഡ്രോയിഡ് ടൈപ്പ് ഉണ്ടല്ലോ, ബട്ടൺ ടൈപ്പ് മൊബൈല്. പക്ഷെ അതൊന്നും അല്ലല്ലോ കുട്ടികളെ സംബന്ധിച്ച്. അവർക്ക് പുതിയ കാലത്തിന്റെ ടെക്നോളജി അവർക്ക് ഉപയോഗിക്കണം. അതിനകത്ത് നല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ തിരിച്ചറിയാം. ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്നാണ്. ശ്രീ സന്തോഷ്, താങ്കൾ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. ഈ ഫോണില് എത്രയോ നല്ല കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. അപ്പോ ഈ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അപ്പോ പോസിറ്റീവിലേക്ക് പോകണം കുട്ടികൾ. അല്ലാതെ മോശമായ വഴിയിലൂടെ ചിന്തിച്ച് ജീവിതം കളയുക എന്ന് പറയുന്നത് വളരെ മോശമാണ്. അപ്പോ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോ നല്ല വഴി ചിന്തിക്കുക. ഇത് കേൾക്കുന്ന കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ മാതാപിതാക്കളും. നമുക്ക് നന്മയും തിന്മയും ഉണ്ട്, എല്ലാത്തിനും രണ്ടുണ്ട്. അപ്പോൾ നമ്മൾ സത്യത്തിന്റെ വഴി മാത്രം തിരഞ്ഞെടുക്കണം. ഇന്ന് ഏത് അക്രമം നടത്തിയാലും പിടിക്കപ്പെടും, ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ല. അതുകൊണ്ട് കുട്ടികള് നല്ല വഴി മാത്രം, നല്ല മാർഗം മാത്രം ചിന്തിക്കണം. അത് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ശരി, സന്തോഷമാണ് വെള്ളരിക്കുണ്ടിൽ നിന്ന് സംസാരിച്ചത്. ശ്രീ നിതിനാണ് പാലക്കാട് നിന്ന്. ശ്രീ നിതിൻ, കുട്ടികൾക്ക് മൊബൈൽ നൽകാതിരിക്കാനാവില്ല. സ്വാഭാവികമാണ്. ഈ കാലത്ത് അവർക്ക് മൊബൈൽ കൊണ്ട് പഠനത്തിനൊക്കെ ഒരുപാട് ഉപയോഗിക്കേണ്ടതാണ്. പക്ഷേ അവർ ഇങ്ങനെ ഒരു ലോകത്ത്, വിചിത്രമായ ഒരു ലോകത്ത് ചെന്ന് വിടുകയും അവർ അവിടെ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയും അവിടെ ജീവിച്ച അവസാനം വലിയ അപകടത്തിലൊക്കെ എത്തിയിട്ടാണ് പലപ്പോഴും തിരിച്ചറിയുന്നത്. ഇപ്പോൾ ഈ കുട്ടികളുടെ ആത്മഹത്യ അടക്കം അതിൻ്റെ ദുരൂഹത ഇപ്പോഴും ഉണ്ട്. പക്ഷേ എപ്പോഴും പ്രാഥമികമായ നിഗമനം ഇവർ ഇതിനടിമകളായിരുന്നു എന്നുള്ളതാണ്. ഈ ഓൺലൈൻ ഗെയിമുകൾക്ക് അടിമകളായിരുന്നു, കൊറിയൻ ലവ് ഗെയിമിനൊക്കെ അടിമയായിരുന്നു എന്നാണ് അറിയുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ വരട്ടെ. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇവരിനെ റെസ്ട്രിക്ഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ നിയന്ത്രണം ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പം നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ മ്യൂസിക് പീരീഡ്, നീഡിൽ വർക്ക് പീരീഡ്, അതുപോലെ ഓരോ സിലബസിൽ ഉണ്ടാകുന്ന ഓരോരോ ക്ലാസ്സുകൾ ഉണ്ടാവുമല്ലോ. അതുപോലെ നമുക്ക് ഇപ്പോൾ ക്ലാസ്സിൽ ഓരോ പീരീഡ് ഉണ്ടല്ലോ. അതായത് മ്യൂസിക്, നീഡിൽ വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ടോപ്പിക് ഉണ്ടല്ലോ. അതുപോലെ ഈ കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടി ഒരു പീരീഡ് ഉണ്ടാക്കി വേണം. എന്നിട്ട് നമ്മുടെ നാട്ടിലുള്ള ലഹരിയാണ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മൊബൈൽ റെസ്ട്രിക്ഷൻ, സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ, ട്രാഫിക് നിയമങ്ങൾ, ഇതുപോലെ നല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടി ഒരു പീരീഡ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ മാറും. ശരി, ഇപ്പോഴും അങ്ങനെയൊക്കെ സംവിധാനങ്ങളുണ്ട്. പക്ഷേ അത് ഫലപ്രദമായി കൂടുതൽ ഉപയോഗിക്കണം എന്നുള്ള നിർദ്ദേശമാണ് വരുന്നത്. കുട്ടികളെ ഇക്കാര്യത്തിലൊക്കെ പഠിപ്പിക്കൽ തന്നെയാണ്, അവരെ ബോധവൽക്കരിക്കുകയാണ് ഏറ്റവും പ്രധാനം. അത് നിരോധിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആ സാധനം മൊബൈൽ കൊടുക്കാതിരുന്നത് കൊണ്ടോ ഒന്നുമില്ല. അവരെപ്പോഴെങ്കിലും കിട്ടുമ്പോൾ അതൊക്കെ ഉപയോഗിക്കും. ശ്രീ ജയരാജാണ് കാടാമ്പുഴയിൽ നിന്ന്. ശ്രീ ജയരാജ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പലപ്പോഴും ഞെട്ടലോട് കൂടിയാണ് നമ്മൾ ഈ കഥകളൊക്കെ കേൾക്കുന്നത്. ഇവർ ഈ ടാസ്ക് ഒന്നിനു പുറമെ ഒന്നായി ടാസ്ക് കൊടുക്കുക, ഒരു കൊറിയൻ സുഹൃത്തിനെ, അല്ലെങ്കിൽ ഒരു കാമുകനെ അല്ലെങ്കിൽ കാമുകിയെ അവിടെ നിന്ന് കൊടുക്കുക. ഇതെല്ലാം വെർച്വൽ ലോകത്താണ്. പതിയെ പതിയെ അവരെ പ്രണയിക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. നമസ്കാരം. നമസ്കാരം സാറേ, ഇത് നമ്മള് മുൻ പ്രേക്ഷകരൊക്കെ പറഞ്ഞ പോലെ ഇത് നമുക്കൊരു നിരോധനം കൊണ്ട് നമുക്കിതൊരു 100% സക്സസ് ആക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബോധവൽക്കരണമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. കാരണം കുട്ടികൾക്ക് തന്നെയാണല്ലോ ഇപ്പോൾ സ്കൂളിൽ ചെയ്യുന്ന ഓൺലൈൻ ക്ലാസ്സുകൾ, ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ. അപ്പോൾ വീട്ടുകാർ കൂടുതൽ ഈ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുക. വീട്ടുകാരുടെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ വീട്ടുകാരുടെ ഒരു അശ്രദ്ധക്കുറവ് ഈ കാര്യത്തിലേക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട്. അച്ഛനും അമ്മയും അതുപോലെ മറ്റുള്ള കുടുംബത്തിലുള്ള പലപ്പോഴും അച്ഛനും അമ്മയും ഒക്കെ തൊഴിലെടുക്കാൻ പോകുന്ന ആളുകളൊക്കെ ആയിരിക്കും. അവർക്ക് കുട്ടികൾക്ക് ഇത് കൊടുക്കാതിരിക്കാനാവില്ല. എപ്പോഴും ഇങ്ങനെ കുട്ടികളെ നോക്കിയിരിക്കാൻ ഒക്കെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട്. സ്വാഭാവികമായും പലരുടെയും ജീവിത പ്രയാസങ്ങൾ കൊണ്ടും അങ്ങനെ സംഭവിക്കാം. തീർച്ചയായിട്ടും. ഇപ്പൊ 24 മണിക്കൂറും കുട്ടികളുടെ ഒപ്പം നമുക്ക് യാത്ര ചെയ്യാൻ കഴിയില്ലല്ലോ.
അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ കുട്ടികളെ നല്ല രീതിയിൽ അവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയിട്ട് ബോധവൽക്കരണം ഇതൊക്കെയാണ് നമുക്ക് സാധിക്കുക. കാരണം ഇതൊന്നും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം മുന്നോട്ടുള്ള കുട്ടികളുടെ ജീവിതത്തിലും ഇതൊക്കെ ഇതിനേക്കാളും കൂടുതൽ ഹൈ സ്പീഡ് കാര്യങ്ങളായിരിക്കും വരിക. അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് ഇതിനെ നിരോധിക്കുക എന്ന് പറയുമ്പോൾ അത് ഇമ്പോസിബിൾ, ഒരിക്കലും സാധ്യമായ കാര്യമല്ല. ബോധവൽക്കരണം തന്നെയാണ് സാറേ ഇതിന് ഏറ്റവും. ശരി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ശ്രീ ഗോപകുമാറാണ് പാലക്കാട് നിന്ന്. ശ്രീ ഗോപകുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഹലോ പറഞ്ഞോളൂ. നമസ്കാരം കിരൺ. നമസ്കാരം. ഇതിന് എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗം ശരിക്കും പറഞ്ഞാൽ കൊറോണയ്ക്ക് പോലും അതിലൊരു വലിയ പങ്കുണ്ട് എന്ന് ഞാൻ പറയും. എന്റെ ഒരു വശമാണ്, വേണമെങ്കിൽ എടുക്കാൻ വേണ്ടെങ്കിൽ തള്ളാം. എന്നുവെച്ചാൽ കൊറോണയ്ക്ക് ഒരു പങ്കുണ്ടെന്ന് പറയാൻ കാരണം ഈ കൊറോണ കാലത്താണ് ഒരു സാഹചര്യമില്ലാത്ത ആൾക്കാർ പോലും ഫാമിലിയിലെ കുട്ടികൾക്ക് നെറ്റുള്ള ഫോൺ വാങ്ങിക്കേണ്ടി വന്നത് കിരൺ സാർ. ശരിയല്ലേ കിരൺജി? അതെ. ഓൺലൈൻ ക്ലാസ് എന്ന പേരും പറഞ്ഞ കുട്ടികൾക്ക് ഈ നെറ്റില് ഒരു വഴിയില്ല, കഞ്ഞി കുടിക്കാൻ വഴിയില്ലാത്തവർ പോലും കുട്ടികളുടെ ഭാവി കണക്കാക്കി കടം വാങ്ങിയിട്ട് പോലും ഓൺലൈൻ ക്ലാസ് കാണാൻ വേണ്ടിയിട്ടും ഓൺലൈൻ ക്ലാസ്സിന് ഇരിക്കാൻ വേണ്ടിയിട്ടും മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്ത് അങ്ങനെയാണ് ഒരു പരിധി വരെ ഒരു 70+% ഈ ഓൺലൈൻ ക്ലാസ് കാരണം കൊണ്ട് ആവാനൊരു സാധ്യത ഈ ഫോൺ കുട്ടികളുടെ കയ്യിലേക്ക് എത്താൻ. പിന്നെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണവന്മാരും വലിയവരും മുതിർന്നവരും മുഴുവനെ ഫോണിന് അഡിക്റ്റായ ആൾക്കാർ ധാരാളം ഉണ്ട് നമ്മുടെ സമൂഹത്തില്. ഇന്റർനെറ്റ് കണക്ഷൻ ആണ് മെയിൻ. ഈ കുട്ടികൾക്ക് ഇന്റർനെറ്റിൽ ക്ലാസ്സിൽ ഓൺലൈൻ ക്ലാസ് എടുക്കാൻ വേണ്ടി ഇന്റർനെറ്റ് കണക്ഷൻ എടുത്തു കൊടുക്കുക. 300 രൂപ 400 രൂപ ഒരു ദിവസം 1 GB 2 GB. കുട്ടികൾ പറയും, വിവരമില്ലാത്ത രക്ഷിതാക്കളോട് പറയും, അച്ഛാ എനിക്ക് അതിൽ മുഴുവൻ പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് 1.5 GB പോരാ, 2 GB വേണം, 5 GB വേണം, 4G ഫോൺ പോരാ, 5G വേണം. കുട്ടികളിങ്ങനെ ആഗ്രഹമുള്ള കാര്യങ്ങൾ പറയണം. അവർ വിവരമില്ലാത്ത രക്ഷിതാക്കളാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാവോ? കുട്ടികളെ നമുക്കോ സാധിച്ചിട്ടില്ല. കുട്ടികൾ പഠിക്കുന്നുണ്ട്, സൗണ്ട് കേൾക്കും. കുറെ ആൾക്കാർ കാണും, വിചാരിക്കും പഠിക്കുകയാണ് ക്ലാസ് എടുക്കുകയായിരിക്കും. ഇവർക്കൊന്നും അറിയില്ല. കുറെ ഇംഗ്ലീഷിൽ പറയാം. കുറച്ച് വിവരമുള്ള കുട്ടികൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അവരൊക്കെ തന്നെയാണ് ഇതിനൊക്കെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലേ. കുട്ടികളുടെ ഉപയോഗം, ഫോൺ ഉപയോഗം, സാധാരണ ഫോൺ മാത്രം പെൺകുട്ടികൾക്കാണെങ്കിലും ശരി ആൺകുട്ടികൾക്കാണെങ്കിലും ശരി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കുട്ടികൾ എന്തെങ്കിലും ഫോൺ ആവശ്യപ്പെടുകയാണെങ്കിൽ ബട്ടൺ ഫോൺ മാത്രം വാങ്ങിക്കൊടുക്കാനുള്ള സൗകര്യം സ്കൂളിലും ഇപ്പൊ ഓൺലൈൻ ക്ലാസിന്റെ പ്രശ്നമില്ലല്ലോ, വരുന്നില്ലല്ലോ, ഒരു വിഷയം വരുന്നില്ല. അപ്പൊ ബട്ടൺ ഫോൺ മാത്രം കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുക. നെറ്റിന്റെ കണക്ഷനോടെ കൂടിയിട്ടുള്ള ശ്രീ ഗോപകുമാർ, സ്വാഭാവികമായും കുട്ടികൾക്കും അവർക്കറിയേണ്ട ഒരുപാട് കാര്യങ്ങളും ചെയ്യേണ്ടത് നന്നായി ഉപയോഗിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് നിങ്ങൾക്ക് 16, 18 വയസ്സുള്ള കുട്ടികളെ ഇപ്പൊ ഒരു ഒറ്റ മിനിറ്റ് ഈ TV ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാർത്തകൾ കാണുക. ഓരോ ചാനലിലും വാർത്തകൾ വരുന്നുണ്ട്, ന്യൂസ് 18 വരുന്നുണ്ട്, എല്ലാ ന്യൂസ് ചാനലുകളും വരികയാണ്. ഇപ്പൊ നമ്മൾ റിപ്പബ്ലിക് ഡേ ദിവസം നോക്കി നോക്കൂ, നമ്മൾ ഏറ്റവും തലമുതിർന്ന ഒരു നേതാവാണ് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ്. റിപ്പബ്ലിക് ഡേയിൽ രാഷ്ട്രപതി പ്രഭാഷണം നടത്തുമ്പോൾ രാഹുൽ ഗാന്ധി പോലും ഫോൺ നോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കിയേ, എത്രത്തോളം വിചിത്രമാണ് നമ്മുടെ നാടെന്ന്. ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ചെയ്യുന്ന കാര്യമാണോ? അപ്പൊ നമ്മൾ ആരെ കുറ്റം പറയാ? കുട്ടികളെ മാത്രം എങ്ങനെ കുറ്റം പറയാ? മാക്സിമം നമ്മൾ നേരെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നൊരു വലിയ കുറ്റമല്ല ശ്രീ ഗോപകുമാർ. ഇല്ലല്ല, ഞാൻ പറഞ്ഞത് ഫോണിന്റെ അഡിക്ഷൻ ആണ് പറഞ്ഞത്. ഫോണിന്റെ അഡിക്ഷൻ ഒരുപാട് ഉത്തരവാദിത്തമുള്ള ആളുകൾക്ക്, രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ ഒരുപാട് ഉത്തരവാദിത്തം കാണും. അവർ ഒരേ കാര്യം ചെയ്യുമ്പോൾ തന്നെ അവർ പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാകും. അതിലൊന്നും ഒരു വലിയ പ്രശ്നമുള്ള കാര്യമില്ല. ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഈ പ്രധാന നേതാവ് ശ്രീ ഗോപകുമാർ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും അവർ ഏത് സമയം, അവരുടെ ജീവിതത്തിൻ്റെ സമയം അവർ ചെലവഴിക്കുന്ന അങ്ങനെയാണ്. അവർ ഒരു വേദിയിൽ പ്രസംഗിക്കാൻ വന്നാൽ അവർ പ്രസംഗിക്കാൻ ഈ കഴിയുന്ന ബാക്കി സമയം അവിടെ ഇരിക്കുമ്പോൾ തന്നെ ആയിരിക്കും അവർ ചിലപ്പോൾ മറ്റു പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവുക. അതൊക്കെ 2-3 കാര്യങ്ങളൊക്കെ ഒരേപോലെ ചെയ്യാൻ കഴിയുന്ന ആളുകളൊക്കെയാണ് പലരും. അതൊക്കെ അങ്ങനെ അതിനൊരു ഇതുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു താരതമ്യപ്പെടുത്താവുന്ന ഒന്നേ അല്ല ശ്രീ ഗോപകുമാർ. ഇല്ല കിരൺജി, ഞാൻ പറഞ്ഞതിന് തെറ്റിദ്ധരിക്കണ്ട. പക്ഷെ ഇങ്ങനെ അഡിക്ഷൻ ഉള്ള ആളുകൾ ഉണ്ടെന്നേ ഞാൻ അല്ല. അതെങ്ങനെ അഡിക്ഷൻ ആവുന്നത്? ഒരു ജോലി ഒരാൾ മൊബൈൽ ഉപയോഗിക്കുക. ഇപ്പോൾ ഞങ്ങൾക്ക് മൊബൈൽ ഉപയോഗിക്കണം, നമ്മുടെ മൊബൈലിൽ നിരന്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് നോക്കണം. അത് നോക്കാതെ നമുക്ക് നമ്മുടെ ജോലിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അതിന് രാഹുൽ ഗാന്ധി എന്നല്ല, ആരായാലും പ്രധാനമന്ത്രി ആയാലും ആരായാലും അവർക്കെല്ലാം ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടവരാണ് ഒരേ സമയം. അങ്ങനെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടവർ അതൊക്കെ കൈകാര്യം, അതും ഇതുമായിട്ടൊന്നും വരുന്നു. അവർക്കൊന്നും ഈ ഓൺലൈൻ ഗെയിമൊന്നും കളിക്കാൻ സമയമില്ല. അവർക്കൊക്കെ ഒരുപാട് ജോലിയുള്ളവരാണ്. ഈ ഏത് രാഷ്ട്രീയക്കാരായാലും, അതൊരു സാധാരണ ഒരു സംസ്ഥാന ജില്ലാ തലത്തിലോ താലൂക്ക് തലത്തിലോ പ്രവർത്തിക്കുന്ന നേതാവായാൽ പോലും അവർക്ക് നിരന്തരം ഒരുപാട് ജോലിയുണ്ട്. ബാക്കി ഉള്ള മറ്റ് പല തൊഴിൽ മേഖലയും പോലെ അല്ല രാഷ്ട്രീയം.
പക്ഷേ മനസ്സിലാക്കുക ശ്രീ ഏതെങ്കിലും ഒരു നേതാവിനെ കാണിച്ചു ഒരു ചൂണ്ടിക്കാണിക്കൂ, ഏതെങ്കിലും ഒരു നേതാവിനെ കിരൺജി ചൂണ്ടിക്കാണിക്കൂ. അതല്ലല്ലോ വിഷയം. നേതാവ് അങ്ങനെ ചെയ്യുന്നെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ അംഗീകരിക്കാണ് വേണ്ടത്. ഒരു നേതാവ് അദ്ദേഹത്തിന് ഒരുപാട് ജോലി ഉണ്ടെങ്കിൽ ആ ജോലി 2-3 ജോലി ഒരേ സമയത്ത് ചെയ്യുന്നെങ്കിൽ അതിനെ അംഗീകരിക്കണം. എല്ലാ നേതാക്കളും അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ പുതിയ കാലത്തെ എല്ലാ നേതാക്കളും അങ്ങനെയാണ്, പഴയകാല നേതാക്കളെ പോലെയല്ല. തീർച്ചയായിട്ടും ഞാനത് കിരൺജിയോട് യോജിക്കുന്നില്ല. എന്റെ ശരി, താങ്കൾക്ക് യോജിക്കണമെന്നില്ല, ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അഭിപ്രായമല്ലേ. മൊബൈൽ ഒരാൾ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ മൊബൈൽ നോക്കിയിരിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നത് ക്ലാസ് ഒന്നും അല്ലല്ലോ, പഠിക്കാനിരിക്കുന്ന കുട്ടിയൊന്നും അല്ലല്ലോ. ശ്രീ മാത്യു ആണ് ഡൽഹിയിൽ നിന്നും. ശ്രീ മാത്യു, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? കിരണേ, നമസ്കാരം. നമസ്കാരമുണ്ട്. ഇത് പലരും പല അഭിപ്രായം പറഞ്ഞു. എനിക്കൊരു കാര്യം പറയാൻ അറിഞ്ഞിടത്തോളം ഈ കുട്ടികള് കോവിഡിന് ശേഷം സ്കൂളിൽ പോയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ സ്കൂളിനും അതുപോലെ തന്നെ അവരുടെ ബന്ധുമിത്രാദികൾക്കൊക്കെ ഒന്ന് അന്വേഷിക്കാനോ, കാര്യം ഈ കുട്ടികളെ പറ്റി ഒന്ന് അന്വേഷിക്കാനോ, കാര്യം അവര് സാമ്പത്തികമായിട്ട് എനിക്ക് തോന്നുന്നില്ല, കാര്യം ഒരു വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന ഒരാൾക്കാര്. അല്ല, നമ്മൾ ഈ കുട്ടികളുടെ മരണം ഇതുകൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോഴും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. പ്രാഥമിക നിഗമനം നമ്മൾ അതല്ല ചർച്ച ചെയ്യുന്നത്. ഈ കുട്ടിയുടെ മരണം എങ്ങനെ ഉണ്ടായെന്നുള്ളതല്ല. ഈ കുട്ടികൾ ഓൺലൈൻ ഗെയിമിന് അഡിക്റ്റ് ആയിരുന്നു എന്നുള്ളത് ശാസ്ത്രീയമായി ഇപ്പോൾ തന്നെ പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ സമാനമായ അവസ്ഥയിൽ നിൽക്കുന്ന നിരവധി കുട്ടികളുണ്ട്. നമ്മൾ ഈ പുറമേക്ക് കാണുന്ന ജീവിതമല്ലാതെ ഈ പാരൽ വേൾഡിൽ ജീവിക്കുന്ന നിരവധി കൗമാരക്കാരുണ്ട്. അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ഭാവി തലമുറയോട് ചെയ്യുന്ന ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ്. അത് ആ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അല്ല കിരണേ, ഞാൻ ഈ പറഞ്ഞതിന്റെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളാ 3 കുട്ടികള് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന 3 കുട്ടികള് അവരെ ഒറ്റയടിക്ക് അവർ സ്കൂളിൽ പോകുന്നില്ല. ഹലോ, കേൾക്കാൻ പറഞ്ഞോളൂ. 3 കുട്ടികൾ ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു വീട്ടിലെ 3 കുട്ടികൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒറ്റയടിക്ക്, അതായത് കോവിഡ് കഴിഞ്ഞിപ്പോ 3-4 വർഷമായി. അവർ 5 വർഷമായിട്ടും അവർ സ്കൂളിൽ പോകാതെ തന്നെ അറിഞ്ഞിടത്തോളം അവർ പോകുന്നില്ലെന്ന് അറിഞ്ഞത്. ഈ TV മാധ്യമത്തിലൂടെ നമ്മൾ അറിഞ്ഞത് ഈ 5 കുട്ടികളും സ്കൂളിൽ പോയിട്ടില്ല. ഇവർ വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കുന്നുണ്ടോ, ഓൺലൈൻ വഴിയാണോ എന്നൊന്നും അറിയുന്നില്ല. ഞാൻ പറയാം, സമൂഹത്തിലും അതുപോലെ തന്നെ സ്കൂളിലുള്ളവർക്കും അധ്യാപകർക്കും എന്തുകൊണ്ട് ഈ കുട്ടികൾ വരുന്നില്ല? അപ്പം തീർച്ചയായിട്ടും ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ ഇതിന് അഡിക്റ്റാണോ, അവരെന്തുവായിരുന്നു, ഗെയിം കളിക്കുകയായിരുന്നു, മറ്റെന്തെങ്കിലും കുറച്ചൊരു ഐഡിയ കിട്ടിയേനായിരുന്നു. പക്ഷെ ഇതൊന്നും സമൂഹത്തിലെ നമുക്ക് ഓരോരുത്തർക്കും ഇതിനകത്ത് നമ്മൾ വരുന്ന അവരുടെ കുട്ടികളല്ലയോ എനിക്കിന്നലെ അന്വേഷിക്കുന്നത്, നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ഒരു സാഹചര്യം അങ്ങനെ ആയിപ്പോയി. അതായത് സമൂഹത്തിന് നമുക്ക് ഏറ്റവും പറ്റിയ ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം അത് എന്റെ അഭിപ്രായത്തിൽ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ വിഷ്ണു ആണ് കായംകുളത്തുനിന്നും. ശ്രീ വിഷ്ണു, ഈ കുട്ടികളെ ഈ ചതിക്കുഴിയിൽ വീഴാതെ എങ്ങനെ നമുക്ക് രക്ഷിക്കാൻ കഴിയും? സാറേ, വളരെ സീരിയസ് ആയിട്ടുള്ള മറ്റൊരു ഇഷ്യൂ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇതിലൂടെ വിളിച്ചത്. ഞാനൊരു അധ്യാപകനും കൂടെയാണ് ഹയർ സെക്കൻഡറി സ്കൂളിലെ. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ പൊതുവേദിയിൽ ചർച്ച ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ സംസാരിക്കുന്നത്. ഇത് നമ്മുടെ മെറ്റയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് സാർ. നമ്മുടെ ഫോണുകളിലൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മെറ്റ AI എന്ന് പറഞ്ഞൊരു വെർഷൻ ഉണ്ടല്ലോ. ഈ മെറ്റ AIയിൽ സാധാരണ രീതിയിൽ നമ്മൾ സ്കൂളിൽ കൊടുക്കുന്ന അസൈൻമെന്റുകൾ ഉൾപ്പെടെ കുട്ടികൾ ഇതിൽ അയച്ചിട്ട് അതിന്റെ ഉത്തരം കണ്ടുപിടിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അതിന്റെ സൈഡിൽ തന്നെ ചില ഈ മാസ്കിന്റെ രൂപത്തിലുള്ള ചില സിമ്പലുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. നമ്മൾ ആരും അധിക രക്ഷകർത്താക്കൾക്കൊന്നും ഇതത്ര ശ്രദ്ധയിൽ വരാത്തൊരു സാധനമാണത്. അപ്പൊ ഈ കുട്ടികൾ ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മൾ അതിൽ ഞെക്കുകയും അത് മറ്റ് ചില AI ഗ്രൂപ്പുകളിലോട്ട് ചെന്ന് അവസാനിക്കുകയും ചെയ്യും. എനിക്ക് അതിനെ അങ്ങനെ AI ഗ്രൂപ്പിലേക്ക് ചെന്ന് അവസാനിക്കുമോ, അല്ലെങ്കിൽ AI ഗ്രൂപ്പ് ഉപയോഗിക്കാൻ കുട്ടികൾ പഠിച്ചിരിക്കേണ്ടതാണ് പുതിയ കാലത്ത്. ആണ് സാറേ, പക്ഷെ ഈ AI ഗ്രൂപ്പുകൾ കൺട്രോൾ ചെയ്യുന്നത് പ്രൈവറ്റ് പാർട്ടീസ് ആണ്. അങ്ങനെ കുട്ടികൾക്ക് ഒരുപാട് അബദ്ധങ്ങൾ, കുട്ടികൾ വിചാരിക്കുന്നത് അവർ AIയുമായിട്ടാണ് സംസാരിക്കുന്നതെന്നും പക്ഷെ അവര് മിസ്ലീഡായി പോകുന്നതുമായിട്ടുള്ള ഒരു പുതിയ തരം ട്രാപ്പ് ഇപ്പൊ നടക്കുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് കൂടിയാണ് ഞാൻ ഈ ഫോൺ കോൾ ഒന്ന് ഉപയോഗിച്ചത്. താങ്കൾ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട വിഷയമാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. പുതിയ കാലത്ത് AI ടൂളുകൾ, ഏത് AI ടൂളായാലും അതെങ്ങനെ സമർത്ഥമായിട്ട് ഉപയോഗിക്കാമെന്നത് കൂടി ഏത് ജോലിയിലും അത് പ്രധാനമാണ്. പക്ഷേ കുട്ടികൾ പലപ്പോഴും ഉപയോഗിക്കുന്ന അവരുടെ അസൈൻമെൻറ്റുകൾക്കും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടി AI ആശ്രയിക്കാറുണ്ട്. സമർത്ഥമായി പറ്റിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഭാവിയിൽ അവരുടെ ജീവിതം തന്നെ അപകടപ്പെടും. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. അതായത് ജനങ്ങളെ ഇത് കാണുന്ന കൂട്ടർക്ക് നന്നാക്കുന്നുണ്ട്, കുറെ ഭാഗം ചീത്തയാക്കുന്നുണ്ട്. അപ്പൊ ബേസിൽ തന്നെ, അതായത് അടിത്തറയില് രക്ഷിതാക്കന്മാർ സ്കൂൾ ഈ രണ്ടും മാതാപിതാ ഗുരു ദൈവം അവരെ ആദ്യം പഠിപ്പിക്കണ്ടേ. കുട്ടികളെ എങ്ങനെ നല്ലതും ചീത്തയിലേക്കും പോകുന്നതും അത് ആദ്യം പഠിപ്പിക്കുക. പിന്നെ
സാർ അത് നല്ല റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതായത് ചക്ക എന്ന് പറയുമ്പോൾ മാങ്ങ എന്നാ പറയുന്നത്. കുട്ടികളുടെ കാര്യം പറഞ്ഞ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ അതാരാ, അത് പ്രതിപക്ഷം ലോകം അംഗീകരിക്കുന്ന ആ കാര്യ പറയുന്ന ഇൻഡിപെൻഡൻസ് ഡേക്ക് ഫോണ് അദ്ദേഹത്തിന് പിന്നെ എന്തെല്ലാം ഔദ്യോഗിക കാര്യങ്ങൾ ഉണ്ടാവും. അത് നല്ല സാർ, അത് ആരായാലും ഏത് പാർട്ടിക്കാരായാലും. കോഴിക്കോട് ശ്രീ സുരേഷ്, താങ്കൾ എങ്ങനെയാണ് ഈ പുതിയ തലമുറയിലെ കുട്ടികൾ അങ്ങനെ ഒരു വിപത്തിൽ ചെന്ന് വീഴുന്നത്? പലപ്പോഴും രക്ഷാകർത്താവോ അധ്യാപകരോ ഒന്നും അറിയാറില്ല. അവരറിയാതെ തന്നെ അതിസമർത്ഥമായി ഇവർ ആ കുരുക്കിൽ പോയി വീഴുന്ന അവസ്ഥയുണ്ട്. എങ്ങനെയാ നമുക്കതിനെ പ്രതിരോധിക്കാം? ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. നമ്മള് പറയുന്നത് പറഞ്ഞാല് ഈ കുട്ടികള് ഏത് ടൈമിൽ നോക്കിയാലും മൊബൈലിലാണ് കളി. എങ്ങനെ കളി പറഞ്ഞാലും അവർ മനസ്സിലാക്കുന്നില്ല. അതാണ് ഈ ഗെയിമിൽ കൂടി കുറെ അപകടങ്ങൾ വരുന്നു. നല്ല കാര്യങ്ങളുണ്ട്, നന്നില്ലാത്ത കാര്യങ്ങളുണ്ട് ഇതില്. അതാണ് നമുക്ക് പറയാനുള്ളത്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ സോനു ആണ്, ആലപ്പുഴയിൽ നിന്നാണ്. ശ്രീ സോനു, യഥാർത്ഥത്തിൽ ഇവർ കുട്ടികളെ ഇങ്ങനെ മാനസികമായി അവരുടെ ഒരു നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്ന് അവസാനം അവരെ മാനസിക വിഭ്രാന്തിയുടെ തലത്തിലേക്ക് വരെ എത്തിക്കുന്ന തരത്തിലുള്ള ഈ ഗെയിമുകളുണ്ട്, അതുപോലത്തെ ചില സൈറ്റുകളുണ്ട്. ചില വ്യാജമായി നിങ്ങളുടെ ഒരു കാമുകനെയോ കാമുകിയോ ഒക്കെ അവർ തന്നെ സൃഷ്ടിച്ചു കൊടുക്കുന്നു. അവസാനം നിങ്ങളെ തന്നെ അവർ നിയന്ത്രിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നു. കുട്ടികൾ പലപ്പോഴും ഈ കെണിയിൽ വീണു പോവുകയാണ്. എങ്ങനെ നമുക്കിതിനെ തടയാം? അതെ സാറേ, പിന്നെ ഇത് വീട്ടിലെ അച്ഛനും അമ്മയും തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണക്കാര്. മെയിനായിട്ട് നമുക്കറിയാം, ഇവിടുന്ന് സ്കൂളിൽ പോകുന്ന കുട്ടികളെല്ലാം ഫോണിലാണ് സംസാരിച്ചുകൊണ്ട് പോകുന്നത്. ഏതാണ്ട് 6-7 ക്ലാസ് തൊട്ടേ കുട്ടികൾ, എന്നിട്ട് വീടിന്റെ പകുതി ആകുമ്പോഴേക്ക് ഇവർ ഫോൺ സൈലന്റിലിടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ആകുന്നു. ഇത് വീട്ടിലാരും കാണുകയോ എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇതിന്റെ പ്രധാന കാരണം നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ തന്നെയാണ്. കുട്ടികൾ അവരും അവരുടെ ലോകത്താണ്, മാതാപിതാക്കളും അവരുടെ ലോകത്ത്, കുട്ടികൾ അവരുടെ ലോകത്ത്. ആർക്കും ആരെയും ശ്രദ്ധിക്കാനൊന്നും നേരിടുന്നില്ല. ഇത് തന്നെയാണ് ഇതിവിടെ സംഭവിക്കുന്നത്. അത്രയും ദിവസം സ്കൂളിൽ പോകാതിരുന്നിട്ട് ആ കുട്ടികളെ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? ഇതൊക്കെ അവിടെ ഭാഗത്തു നിന്ന് ഉണ്ടായ സംഭവം തന്നെയാണ്, അല്ലാതെ ഒന്നുമല്ല. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എപ്പോഴും ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്താൻ കഴിയുന്നത് രക്ഷാകർത്താക്കൾക്ക് തന്നെയാണ്. രക്ഷാകർത്താക്കൾക്കാണ് കുട്ടികളെ, സ്വന്തം മക്കളെ ഏറ്റവും കൂടുതൽ തിരിച്ചറിയാൻ കഴിയുക. അധ്യാപകർക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. പക്ഷേ ഇതെല്ലാം പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മൾ നോക്കേണ്ട കാലത്ത് നോക്കിയില്ലെങ്കിൽ അത്തരം അപകടങ്ങളിലേക്ക് കുട്ടികൾ ചെന്നറിയാതെ വീണു പോകാം. ശ്രീ സൈമോനാണ്, നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സൈമോൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കുട്ടികൾക്ക് മൊബൈൽ ഒന്നും കൊടുക്കാതെ, ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാതിരിക്കാം, പക്ഷേ ഒരു കൗമാരക്കാരായ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാതിരിക്കാനൊന്നും ആവില്ല. സ്വാഭാവികമായും അവർക്ക് പഠനാവശ്യത്തിനും മറ്റു പല കാര്യങ്ങൾക്കുമൊക്കെ മൊബൈൽ ഉപയോഗിക്കണം. അതിനെ നിരോധിച്ചുകൊണ്ടൊന്നും തടയാൻ കഴിയില്ല. ഇവർക്ക് ഉപയോഗിക്കാൻ അനുവദിക്കുകയും വേണം, എന്നാൽ ഇവർ ഈ ചതിക്കുഴികൾ വീഴുകയും ചെയ്യരുത്. എങ്ങനെ നമുക്ക് അത് സാധ്യമാവും? സൈമൺ പറഞ്ഞോളൂ. ശ്രീ സൈമൺ കേൾക്കാമോ? സൈമൺ പറഞ്ഞോളൂ. സാറ് ടി വിയിൽ എന്തോ പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഹലോ സാർ, പറഞ്ഞോളൂ, താങ്കൾ മറുപടി പറഞ്ഞോളൂ. ഹലോ, താങ്കൾ ടി വി മ്യൂട്ട് ചെയ്തിട്ട് മറുപടി പറയൂ. ചർച്ചകളൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ സാറേ? താങ്കൾ ടി വി മ്യൂട്ട് ചെയ്യൂ. ശ്രീ സൈമൺ, ടി വി മ്യൂട്ട് ചെയ്തിട്ട് ടെലിഫോണിലൂടെ സംസാരിക്കൂ. സൗണ്ട് കുറച്ചാൽ മതിയല്ലോ. ടി വി മ്യൂട്ട് ചെയ്തിട്ട് ടെലിഫോണിലൂടെ സംസാരിക്കൂ. ഓക്കെ സാർ. സാർ, ഞാൻ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ശരി, അതെ, ടെലിഫോണിലാണ് സംസാരിക്കുന്നത്. താങ്കൾ ശ്രീ സൈമൺ, എല്ലാ പ്രേക്ഷകരെയും കൂടി അഭ്യർത്ഥിക്കുകയാണ്, പുതുതായി എത്തുന്ന പ്രേക്ഷകർ ശ്രദ്ധിക്കാൻ. പൊതുവേദിയിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങളുടെ കോൾ കണക്റ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ടി വി മ്യൂട്ട് ചെയ്യുക. ടെലിഫോണിലൂടെ സംസാരിക്കുക. ടി വിയിലൂടെ പറഞ്ഞ് ഇവിടെ ഞാൻ സംസാരിക്കുന്നത് ടി വിയിൽ കേട്ട് നിങ്ങൾ മറുപടി പറയുമ്പോഴേക്കും അതിൻ്റെ ഇടയിൽ വലിയ ഗ്യാപ്പ് ഉണ്ടാവും, 1-2 സെക്കൻഡിൻ്റെ ഗ്യാപ്പൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ടെലിഫോണിൽ തന്നെ സംസാരിക്കുക. ശ്രീ മുഹമ്മദാണ്, കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മുഹമ്മദ്, എങ്ങനെ നമുക്ക് പ്രായോഗികമായി നമ്മുടെ കുട്ടികൾ ഇത്തരം വലിയ അപകടത്തിൽ പെട്ടുപോകുന്നത് ഒഴിവാക്കാൻ കഴിയും? എനിക്ക് പറയാനുള്ളത് ഈ വക ഇതൊന്നും നിരോധിക്കാൻ അതിന്റെ നടപടികളൊന്നും ഇല്ല എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കുട്ടികളെ നിയന്ത്രിക്കുകയല്ല, ഈ വക ആപ്പുകളൊന്നും നിരോധിക്കാതെ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ. ശ്രീ മുഹമ്മദ്, ഒരു പരിധിക്കപ്പുറത്തേക്ക് ഈ പുതിയ കാലത്ത് ഒരാപ്പ് നിരോധിച്ചാൽ മറ്റൊരു ആപ്പ് വരും. അത് നിരോധിച്ചു കഴിഞ്ഞാൽ മറ്റൊരു രൂപത്തിൽ, അതിങ്ങനെ പല രൂപത്തിൽ ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് നമ്മൾ ആ കെണിയിൽ വീഴാതിരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇതെല്ലാം നിരോധിച്ച് നമുക്ക് ആ കെണി ഒഴിവാക്കാമെന്നും കരുതുന്നത് തൽക്കാലം അതിനുള്ള സംവിധാനങ്ങളൊന്നും ലോകത്തില്ല.
എന്റെ ഒരു അഭിപ്രായം അതിനെ കുട്ടികളെ നമ്മൾ ഏത് രീതിയിൽ നിയന്ത്രിക്കാനാ? കുട്ടികളെ ബോധവാന്മാരാക്കുക എന്നുള്ളത് മാത്രമാണ് ഇത്തരം കെണികൾ പെട്ടു പോകാതിരിക്കാൻ കുട്ടികളെ നമ്മൾ ചെറുപ്പത്തിലെ ബോധവാന്മാരാക്കുക. ശരി, ശ്രീ നൗഫലാണ് കൊച്ചിയിൽ നിന്ന്. ശ്രീ നൗഫൽ, താങ്കൾക്ക് ഇതിൽ എന്തൊരു നിർദ്ദേശമാണ് പറയാനുള്ളത്? ശ്രീ നൗഫലിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് വേഗത്തിൽ ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ശ്രീ ഷിജു കിരിയത്ത്, നമസ്കാരം കിരൺ, സുഖമാണോ എന്ന് ചോദിക്കുന്നു. കേരളത്തിൽ രക്തസാക്ഷി ഫണ്ട് വിരിക്കുന്നു, പിന്നീട് കൊല്ലപ്പെടുന്നു, അതും ഒരു വിഷയമാണ് എന്ന് പ്രമോദാണ് പറഞ്ഞത്. രക്തസാക്ഷി ഫണ്ട് കൊല്ലപ്പെട്ടതിന് ശേഷമല്ലേ രക്തസാക്ഷി ഫണ്ട് ഏത് പാർട്ടിയായാലും പിരിക്കുന്നത്? കാലം മാറി, ലോകത്ത് പല പരിഷ്കാരങ്ങളും വന്നു, നമ്മുടെ കേരളത്തിലും മാറ്റങ്ങൾ വന്നു. പണ്ട് ഒരു മുറിയിൽ കിടന്ന് മാതാപിതാക്കളും സഹോദരങ്ങളും കെട്ടിപ്പിടിച്ചുറങ്ങിയിരുന്നു, ഇപ്പോൾ സെപ്പറേറ്റ് മുറികളായി എന്ന് പറയുന്നു. അതൊക്കെയാണോ ശ്രീ വി സി തോമസ് ഒരു വിഷയമായി പറയുന്നത്? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പരക്കം പാഞ്ഞു കിടന്ന കാലം മാറി, ഇപ്പോൾ സുഖലോലുപരാണ്, ജീവിതം അതിൻ്റെ മാറ്റം കുട്ടികളിലും ഉണ്ടാവും എന്ന് പറയുന്നു. ജീവിത പ്രയാസങ്ങൾ അറിഞ്ഞ് തന്നെ കുട്ടികളും എല്ലാ കാലത്തും വളരുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അല്ലാതെ ഒരു ജീവിത പ്രയാസവും അറിയാതെ വളരുമ്പോൾ സ്വാഭാവികമായും കുട്ടിയിലും അത്തരം മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഗോപകുമാർ അതിൻ്റെ ഇടയിൽ രാഹുലിനെ ഒന്ന് തോണ്ടാൻ നോക്കിയല്ലേ എന്ന് മോൻസക്ക് ചോദിക്കുന്നു. വിദേശ രാജ്യങ്ങൾ പോലും പ്രായപരിധി നിശ്ചയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെയും അത് നടപ്പാക്കണമെന്ന് പറയുന്നു. അത് മൊബൈൽ ഉപയോഗിക്കാനുള്ള ഒരു പ്രായപരിധി. പക്ഷേ ഈ കൗമാരക്കാരാണ് പലപ്പോഴും ഇത്തരം അപകടത്തിൽ, ചെറിയ കുട്ടികളല്ല, 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളല്ല ഇത്തരം അപകടത്തിൽപ്പെടുന്നത്. കൂടുതലും അപകടത്തിൽപ്പെടുന്നത്, അവരും അപകടത്തിൽപ്പെടുന്നുണ്ട്, കൗമാരക്കാരാണ്. ഈ കൗമാരക്കാരെ എന്തായാലും നമുക്ക് നിരോധിച്ചൊന്നും കൗമാരക്കാർക്ക് മൊബൈലിൽ മാറ്റി നിർത്താനാവില്ല. അവരെ ബോധവൽക്കരിക്കുക മാത്രമാണ് അതിന് വഴിയായുള്ളത്. അപ്പോൾ ഇത്തരം ചില കമൻറ്റുകൾ കൂടിയാണ് വന്നിരിക്കുന്നത്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ തങ്കമ്മയാണ്, കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി തങ്കമ്മ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പുതിയ കാലത്ത് ഇതൊന്നും കൊടുക്കാതിരിക്കാൻ പറ്റില്ല നമുക്ക് കുട്ടികൾക്ക്. എന്നാൽ കുട്ടികൾ ഈ അപകടത്തിൽ ചെന്ന് വീഴുകയും ചെയ്യരുത്. അവരുടെ കൈത്തുമ്പിൽ ഇങ്ങനെ അപകടം എപ്പോഴും സമയവും ഇരിക്കുകയാണ്. എങ്ങനെ നമുക്ക് കുട്ടികളെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും? പാരന്റ്സ് കൂടുതൽ ശ്രദ്ധിക്കുക, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. പേരൻസ് ശ്രദ്ധിക്കാന്നൊക്കെ പറഞ്ഞാൽ ഒരു പരിധിയില്ലേ? എപ്പോഴും കുട്ടികളുടെ പിന്നാലെ നടക്കാനൊന്നും കഴിയില്ലല്ലോ. അതും പറ്റിയല്ല, എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതിലപ്പുറം ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ശരി, ഓക്കെ. തൃശ്ശൂരിൽ നിന്നും അമുദയാണ് വിളിക്കുന്നത്. ശ്രീ അമുദ, എങ്ങനെയാണ് ഈ പുതിയ കാലത്ത് നമുക്ക് ഇത്തരം കെണിയിൽപ്പെടാതെ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാനാവുക? ആദ്യം തന്നെ വീട്ടിലുള്ള മാതാപിതാക്കൾക്ക് ഒരു ക്ലാസ് കൊടുക്കണം. മാതാപിതാക്കള് മനസ്സിലാക്കിയിരിക്കണം എല്ലാ കാര്യങ്ങളും. പിന്നെ അത് തന്നെയല്ല, ഇപ്പൊ ഒന്നും മാതാപിതാക്കള് മക്കളൊപ്പം ഇരിക്കണില്ല. ഭക്ഷണം കഴിക്കാനോ പത്രം വായിച്ചോ എന്താണ് വിശേഷങ്ങൾ അറിയാനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. കാരണം അവരെന്താണ് ചെയ്യണത്, അവരെ കൊണ്ട് നമ്മുടെ അടുക്കളയില് അവരും കൂടി ഊണുമേശയില് എല്ലാവരും ഒരുമിച്ച് കൂടി ഇന്ന് മാതാപിതാക്കള് ഓടണ്. അവർക്ക് എങ്ങനെയാലും ഒരു ഭക്ഷണം കറക്റ്റ് ചെയ്ത് കൊടുത്ത് വേഗം സ്കൂളിലേക്ക് വിടാ അവർക്കും നേരമില്ല. അഥവാ ഒരു ദിവസം ഒഴിവായിട്ടിരിക്കണെങ്കിലും അവർക്ക് നേരമില്ല. അപ്പൊ ബോധവൽക്കരണം എന്ന് പറഞ്ഞ സ്കൂളിൽ മാത്രമല്ല, താങ്കൾ പറയുന്നത് ഈ കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനേക്കാൾ അച്ഛനെയും അമ്മയും ബോധവൽക്കരിക്കണമെന്ന്, അങ്ങനെയല്ലേ? അവർക്ക് ആദ്യം ക്ലാസ് കൊടുക്കണം. അതെ, അവർക്ക് ആദ്യം ക്ലാസ് കൊടുക്കണം. അവരിലൂടെ പഴയ കാലത്തെ മക്കള് എങ്ങനെയായിരുന്നു അതുപോലെ നമ്മുടെ ഊണുമേശയിലായാലും എല്ലാവരും കൂടി 10 മിനിറ്റ് സംസാരിക്കാൻ ഇതിനില്ല. വീട്ടിലിത് സംസാരമില്ല മക്കളായിട്ടൊന്ന്. ശരി, താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. കുട്ടികളുമായി എല്ലാ ദിവസവും നിർബന്ധമായും സംസാരിക്കാൻ ഒരിടം രക്ഷകർത്താക്കൾ കണ്ടെത്തണം. കുട്ടികൾ ഏതൊക്കെ തരത്തിൽ അപകടത്തിൽ പോയാം എന്നതിനെക്കുറിച്ച് ബോധവൽക്കരിക്കേണ്ടത് രക്ഷകർത്താക്കളെയാണ് യഥാർത്ഥത്തിൽ ആദ്യം. പലപ്പോഴും സ്വന്തം കുട്ടി അപകടത്തിലേക്ക് പോകുന്നത് ഏറ്റവും അവസാനം തിരിച്ചറിയുന്ന ഒരാൾ ആ കുട്ടിയുടെ രക്ഷകർത്താക്കളായിരിക്കും. എപ്പോഴും അച്ഛനും അമ്മയ്ക്കും ഒക്കെ മക്കളെ വലിയ വിശ്വാസമായിരിക്കും. പക്ഷേ എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നായിരിക്കും ഭൂരിപക്ഷം അച്ഛനമ്മമാരും വിശ്വസിക്കുന്നത്. പക്ഷേ അങ്ങനെ ആവണം എന്നില്ല. നാട്ടുകാർ പലരും അറിഞ്ഞാലും മുൻകാലങ്ങളിലെ പോലെ അത് അത്തരം അപകടത്തിലേക്കാണ് അവർ പോകുന്നതെന്ന് ചൂണ്ടിക്കാണിക്കാനും പലരും മടിക്കുകയും ഒക്കെ ചെയ്യും. ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്നും. ഫാദർ, താങ്കളുടെ ഒരു ജീവിതം അപ്പോൾ സ്വാഭാവികമായും ഒട്ടേറെ ആളുകളുടെ ജീവിത പ്രയാസങ്ങൾ കേൾക്കുകയും അവിടെയൊക്കെ പരിഹാരം നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്തൊരു ജീവിതമായിരിക്കും ഒരു ഫാദർ എന്ന് പറയുമ്പോൾ. സാധാരണ മനുഷ്യരെക്കാൾ കൂടുതൽ ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കേണ്ടി വരുന്നതാണ്. ഇത്തരം വിഷയങ്ങളുമായി താങ്കളുടെ അടുത്തേക്കുമൊക്കെ ആളുകൾ വരുന്നൊരവസ്ഥയുണ്ട്. കുട്ടികളിങ്ങനെ ഓൺലൈൻ ഗെയിമുകൾക്കും അല്ലെങ്കിൽ അതിന് അഡിക്റ്റായി പോകുന്നു, അത്തരം അവരുടെ സ്വഭാവം മാറുന്നു, അവർ വിഷാദ രോഗികളായി മാറുന്നു, അത്തരം അവസ്ഥയൊക്കെ വരാറുണ്ടോ? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്.
ഈ പ്രശ്നം ഇത്രയും സങ്കീർണമായത് ഈ അടുത്ത കാലത്താണ്. കാരണം കോവിഡ് ഒക്കെ വന്നപ്പോഴ് ഓൺലൈൻ ക്ലാസ്സുകള് മൊബൈലിലൂടെയാണ് നടത്തിയിരുന്നത്. അപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മൊബൈൽ അവർക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു സംഗതിയായി തീർന്നു. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തോ അല്ലെങ്കിൽ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന കാലത്തോ മൊബൈൽ ഇല്ല, പിന്നെ ഫോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ മൊബൈല് നല്ലതാണ്, പല കാര്യങ്ങളും പഠിക്കാൻ തക്കാൻ കഴിയും. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് മൊബൈൽ ഇല്ലാതെ കുട്ടികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു സ്ഥിതി സംജാതമായിരിക്കുകയാണ്. വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണിത്. മാതാപിതാക്കന്മാർ അവരെ ഉപദേശിക്കണം, അവരുമായിട്ട് കുറെ സമയം ചെലവഴിക്കണം. നല്ലത് തന്നെ സ്കൂളിലും അധ്യാപകർക്കും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നൽകേണ്ട ആവശ്യമാണ്. എങ്ങനെയാണ് ഇത് പരിഹരിക്കുക എന്നത് കൂലങ്കഷമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ കുട്ടികളോട് നമ്മൾ എന്തെങ്കിലും എതിരായി പറഞ്ഞാൽ അന്നേരം അവർക്ക് ജീവനൊരു വിലയില്ല. അവർ കൊണ്ട് അന്നേരം തന്നെ ആത്മഹത്യ ചെയ്യുന്നത് ഏതെല്ലാം സംസ്ഥാനങ്ങളില് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ വേദനാജനകമായ ഒരു സംഭവമാണിത്. കാരണം കുട്ടികളോട് നമുക്ക് പറയുമ്പോൾ വളരെയേറെ ശ്രദ്ധിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. മാതാപിതാക്കന്മാർക്ക് ഉത്തരവാദിത്തമുണ്ട്, സ്കൂളിലെ ടീച്ചേഴ്സിന് ഉത്തരവാദിത്തമുണ്ട്. അതേ പ്രകാരം തന്നെ അവർ ഏത് മതവിഭാഗത്തിലാണോ ആ മതവിഭാഗത്തിലെ പുരോഹിതന്മാർക്ക് ഉത്തരവാദിത്തമുണ്ട്. എങ്കിൽ മാത്രമേ ഈ സങ്കീർണമായ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ തക്കണം കഴിയുകയുള്ളൂ. ഓക്കെ, ശരി. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ഫാദർ. ബിബിനാണ് തിരുവനന്തപുരത്ത് നിന്നാണ്. ബിബിൻ, ഈ മൊബൈലൊന്നും ഇനി കൗമാരക്കാർക്ക് കൊടുക്കാൻ കഴിയില്ല എന്നൊന്നും നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. മൊബൈൽ കൊടുക്കുകയും വേണം, അവർ കുടുക്കിൽ പെടുകയും ചെയ്യരുത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? സാറേ, എൻ്റെ പേര് വിപിൻ എന്നാണ്, തിരുവനന്തപുരത്ത്. സാറേ, എനിക്ക് പറയാനുള്ള ഒരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യം, എൻ്റെ ബർത്ത് 1918 ആണ് സാറേ. അപ്പൊ അന്ന് മുതൽ ഞാൻ എൻ്റെ കുട്ടിക്കാലം സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊന്നും സത്യം പറഞ്ഞാൽ നമ്മളൊന്നും ഫോണൊന്നും ഉപയോഗിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഈ ഫോൺ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഈ ഫോണിനെ വെച്ച് പറയുകയാണെങ്കിൽ രണ്ട് കാലഘട്ടത്തിലും ജീവിക്കുകയും ജീവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ എന്നെ പോലെ, ഞാൻ ഉൾപ്പെടെ എല്ലാവരും. അപ്പൊ ഇന്നത്തെ കാലത്ത് കൗമാരപ്രായക്കാരായ എൻ്റെ അനിയൻ അനിയത്തി ആ പ്രായം അവരൊക്കെ മരത്തുള്ള അല്ലെങ്കിൽ മക്കളുടെ പ്രായത്തിലുള്ളവർ ഫോണൊക്കെ ഉപയോഗിക്കുന്നത് ഒരിക്കലും തെറ്റെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല സാറേ. കാരണം അത്രയും വഴിതെറ്റി പോകുന്ന തരത്തിലാണെങ്കിൽ നമ്മുടെ ടെക്നോളജി ഇത്രത്തോളം വലുതായിക്കൊണ്ട് വരെയല്ലേ സാറേ. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മക്കള് ഈ ഫോൺ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഒരു ഹാക്കിംഗ് അല്ല, അതുപോലെ അത് നമുക്ക് കൂടി, അതായത് വേണ്ടപ്പെട്ട അച്ഛനോ അമ്മയ്ക്കോ കൂടി അവരുടെ കയ്യിലുള്ള ഫോണിൽ ഇവർ ഏത് റൂട്ടിലാണ് പോകുന്നത് എന്ന് അറിയാനുള്ള ഒരു സംവിധാനം, അല്ലെങ്കിൽ അത് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവരിൽ നമ്മുടെ ഏരിയയിലുള്ള മക്കൾ ഏതെങ്കിലും തെറ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ മാതാപിതാക്കളെ അറിയിക്കാനുള്ള ഒരു ടെക്നോളജി കണ്ടെത്തിയാൽ അവർക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ കൗമാരപ്രായക്കാർ ഫോൺ ഉപയോഗിക്കേണ്ടവർ തന്നെയാണ്. ഓക്കെ സാർ, എനിക്ക് കൂടുതൽ പറയാനില്ല, അത്രയേ ഉള്ളൂ സാർ. ശ്രീ മനോജാണ് മാവേലിക്കരയിൽ നിന്നും. ശ്രീ മനോജ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം നമുക്ക് തടയാനൊന്നും ആവില്ല കുട്ടികൾക്ക്, അവർക്ക് സ്വാഭാവികമായിട്ട് ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ അവരെ ആ കെണിയിൽ വീണു പോവാതെ, ഈ ഓൺലൈൻ ഗെയിമുകളുടെ ഒക്കെ കെണിയിൽ വീണു പോവാതെ എങ്ങനെ അവരെ സംരക്ഷിച്ച് നിർത്താൻ കഴിയും? സാറേ നമസ്കാരം. നമസ്കാരം. പിന്നെ സാധാരണ എങ്ങനെയുണ്ട് സാർ അച്ഛന്? ഇപ്പോൾ വിശ്രമത്തിലാണ് ശ്രീ മനോജ്. ഇനി 2 മാസത്തെ വിശ്രമം വേണ്ടി വരും. സാറേ, ഈ കാലഘട്ടത്തിൽ മൊബൈൽ ഫോണിന്റെ എന്ന് പറഞ്ഞാൽ അനിവാര്യമാണ്. പക്ഷെ അതിനകത്ത് മാതാപിതാക്കൾ അതിനകത്ത് ശ്രദ്ധിക്കണം, അതേ ഉള്ളൂ ഇപ്പം പറയാൻ പറ്റത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോവിഡ് വന്നു കഴിഞ്ഞാൽ പിന്നാണ് ഈ മൊബൈൽ ഫോൺ പിള്ളേരിലെല്ലാം വന്നത്. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. അപ്പൊ അവരാ മൊബൈലിനകത്ത് ഹാബിറ്റായി പോയി. കാര്യം അന്ന് മൊബൈൽ ഇല്ലാത്തവർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഓൺലൈൻ ക്ലാസ് പഠിക്കാൻ വേണ്ടി നമ്മൾ കടമെടുത്തായാലും നമ്മൾ മേടിച്ചു കൊടുത്തു മൊബൈൽ. പക്ഷെ അവര് ഇപ്പൊ നമ്മളെക്കാളും മൊബൈൽ ഓപ്പറേറ്റ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നമ്മളെ മാതാപിതാക്കൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ബോധവന്മാരാക്കണം. അല്ലാതെ അവരോട് ചൂടായി സംസാരിച്ചിട്ട് കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഓരോ കുട്ടികളുടെയും ഓരോ കാര്യങ്ങൾ അറിയാതെ സാറ് കാണുന്ന വാർത്തയ്ക്കകത്ത് കാലഘട്ടത്തിന് അനിവാര്യമാണ് മൊബൈൽ. എനിക്ക് പറയാനുള്ളത്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നാണ്. ശ്രീ ഷാജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കുട്ടികളൊക്കെ ജീവിക്കുന്ന ഈ ലോകം, ഈ കൊറിയൻ ലവ് ഗെയിമിൻ്റെ
കാര്യമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓൺലൈനിൽ തന്നെ കുറിയക്കാരനോ കുറിയക്കാരിയോ ആയ ഒരു കാമുകനോ കാമുകിയോ ഒക്കെ ഉണ്ടാവുന്നു. അവർ നിങ്ങൾക്ക് സ്നേഹം നിങ്ങളുമായി പങ്കുവെക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല മുഹൂർത്തങ്ങളൊക്കെ പങ്കുവെക്കുന്നു, ഒപ്പം ചില ഗെയിമുകളൊക്കെ തുടങ്ങുന്നു. അത് പതിയെ പതിയെ അതിന് നമ്മൾ അഡിക്റ്റായി മാറുകയും അവസാനം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തൊരവസ്ഥയിലൊക്കെ എത്തിച്ചേരുകയും ഒക്കെ ചെയ്യുന്നു. മാനസികമായി തന്നെ നമ്മളവിടെ ഒരു പൂട്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പതിയെ പതിയെ കൊണ്ടെത്തിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള നിരവധി ഗെയിമുകളും നിരവധി സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. ഇതിൽ നിന്നൊക്കെ എങ്ങനെ നമുക്ക് നമ്മുടെ കുട്ടികളെ അകറ്റി നിർത്താൻ കഴിയും? നമസ്കാരം സാറേ. നമസ്കാരം സാറേ, ഇത് നമ്മളിപ്പോ ഓരോ ദിവസങ്ങളും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിപ്പം സ്കൂളിലും കോളേജിലും ബോധവൽക്കരണം നടത്തിയെന്ന് പറഞ്ഞാലും ഒരു രക്ഷയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷകർത്താക്കൾക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അവരാണ് ഇതിനകത്ത് മെയിൻ ആൾക്കാർ. പല വീടുകളിലും ഞാൻ സംഭവിക്കുന്ന കാര്യങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. വഴി തെറ്റിപ്പോകുന്നതും മാതാപിതാക്കന്മാരാണ്. അവരുടെ മക്കളല്ലേ ഇത് കണ്ടു പഠിക്കുന്നത്. അതുകൊണ്ട് ഇത് ബോധവൽക്കരണം നടത്തിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ആദ്യം രക്ഷകർത്താക്കൾ നന്നായവാൻ മാത്രം പഠിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി. ശ്രീ ഉണ്ണികൃഷ്ണനാണ്, വൈക്കത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഈ നമ്മുടെ നാട്ടിൽ തന്നെ ഈ അടുത്ത ദിവസമാണ് കേട്ടത് 16 വയസ്സുകാരി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം 16 വയസ്സുകാരിയുടെ കൊറിയൻ സുഹൃത്ത് അവിടെ ഒരു വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നൊരു വിവരം അവരറിയുന്നു. അതിൻ്റെ വിഷമം, സങ്കടം സഹിക്കാനാവാതെ തൻ്റെ അത്രയും പ്രിയപ്പെട്ട ഒരാൾ മരണമടഞ്ഞു, ഇനി തനിക്കും ജീവിക്കണ്ട എന്ന് പറഞ്ഞാൽ ആ 16 വയസ്സുകാരി ആത്മഹത്യ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കൊറിയക്കാരനുണ്ടോ? അതൊരു കൊറിയക്കാരനായിരുന്നോ? മറ്റാരെങ്കിലും ആയിരുന്നോ? ഇതൊന്നും ആർക്കും അറിയില്ല. ഇതെല്ലാം ഇവർ തമ്മിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വെർച്വൽ ലോകത്ത് ജീവിക്കുന്ന ഒരാളെ ഇത്രത്തോളം ഇഷ്ടപ്പെടുക, അവസാനം അയാളുടെ മരണത്തിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് വരെ കുട്ടികൾ പോകുന്നുണ്ട്. പറഞ്ഞോളൂ. ഈ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ഒക്കെയാണ് ഇതിനെ കൂടുതൽ ക്ലാസ്സുകൾ എടുക്കുന്നത്. അതായത് മാതാപിതാക്കൾക്ക് ഇതിനെപ്പറ്റി വലിയ അറിവുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഈ പുതിയ തലമുറയിലേക്ക് വരുമ്പോഴത്തേക്ക് അവർക്ക് അറിവ് കൂടുതൽ കിട്ടും ഫോണിനെ പറ്റിയൊക്കെ. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഫോണിനെ പറ്റി, പുതിയ ആപ്പിനെ പറ്റി ഒന്നും വലിയ അറിവുണ്ടാവാനില്ല. മാതാപിതാക്കളെ കൂടുതൽ അറിവുള്ളത് വിദ്യാർത്ഥികൾക്കാണ്. വിദ്യാർത്ഥികൾ ഇപ്പോൾ മാതാപിതാക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പുതിയൊരു തലമുറ ആകുമ്പോഴത്തേക്കും മാതാപിതാക്കൾ കൂടുതൽ അറിവ് കിട്ടും. ഇത് സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലുമാണ് ഇതിൻ്റെ ആവശ്യമല്ല. മാതാപിതാക്കളെ കുറ്റം പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പം അങ്ങനെ കുറ്റം പറയുകയല്ല ആരെയും. മാതാപിതാക്കളടക്കം ഇത് പഠിക്കാതെ ഇത്തരം അപകടങ്ങളെക്കുറിച്ച് ബോധവാന്മാരാവാതെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് വന്നാൽ എന്ത് വില കൊടുത്തും നമ്മളത് ചെയ്തല്ലേ കഴിയൂ. പക്ഷേ നമുക്ക് ഇപ്പോൾ കൂടുതൽ ഇതിനെപ്പറ്റി അറിവില്ലാത്തവർ പിള്ളേർ പറയുന്ന കൂടുതൽ അറിവുകളാണ് ഇപ്പം മിക്ക മാതാപിതാക്കളും അറിവുള്ളത് ഈ ഫോണിനെ പറ്റി. അതൊരു പരിമിതി തന്നെയാണ്, ഒരു വലിയ വിഷയം തന്നെയാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. ഭൂരിഭാഗം വരുന്ന സാധാരണക്കാരായ രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്ക് ഈ മൊബൈൽ ഉപയോഗിക്കാൻ സംവിധാനങ്ങളെക്കുറിച്ച് അവരായിരിക്കും കുട്ടികളായിരിക്കും രക്ഷകർത്താക്കളെ പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഇവർ ഏതൊക്കെ സൈറ്റിൽ കയറുന്നു, ഏതൊക്കെ ഗെയിമുകൾ ഉപയോഗിക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നു എന്നൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അത് ആ രക്ഷകർത്താവിൻ്റെ ആ ഒരു മേഖലയിലുള്ള അറിവിൻ്റെ കുറവ് കൊണ്ട് കഴിയില്ല. അത് കുട്ടികൾ ഏറ്റവും ഫലപ്രദമായി ചൂഷണം ചെയ്യുകയും ചെയ്യും. അത് നമ്മുടെ കുട്ടി നമ്മളെ ചൂഷണം ചെയ്യില്ല എന്നും കരുതരുത്. കുട്ടികളാണ് ആ പ്രായത്തിൽ അവരത് സമർത്ഥമായി അത്തരം കള്ളങ്ങളൊക്കെ കാണിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പരമാവധി എങ്ങനെയും പഠിച്ചിരിക്കാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാനും ഒക്കെ ബെനക്കെട്ടായാലും ചെയ്തേ മതിയാവും. നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കേണ്ടതാണ് നേരെ രീതിയിലേക്ക്. ശ്രീ നാഗലക്ഷ്മിയാണ് കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ നാഗലക്ഷ്മി, കൊല്ലത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷൻ്റെ അവിടുന്ന്. ശരി, ഓക്കെ. പൂന്തൽ നഗർ. താങ്കൾക്കും ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളെ പരിചയം കാണുമല്ലോ. ഈ കുട്ടികൾ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ അഡിക്റ്റായി പോവുകയും ഓൺലൈൻ ഗെയിമുകൾക്ക് ചിലപ്പോൾ വീട്ടിലൊക്കെ ചിലർ പണം രക്ഷകർത്താക്കളുടെയൊക്കെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തേക്കുന്ന ഇതാണെങ്കിൽ അതിൽ നിന്നൊക്കെ പണം പോയി കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ അറിയുന്നത്. എവിടെയാണ് ആർക്കാണ് കൊടുത്തതെന്ന് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥ. ഇങ്ങനെയൊക്കെ കുട്ടികൾ ചെയ്യാറില്ലേ? സാറേ, എനിക്ക് പറയാനുള്ളത് മെയിനായിട്ട് പേരൻസ് ഉത്തരവാദികളാണ്. പക്ഷെ പേരൻസിനോടൊപ്പം തന്നെ സ്കൂളിലെ ടീച്ചേഴ്സിനും ഒരു ഉത്തരവാദിത്വം ഉണ്ട്. രണ്ടുപേരും ഒരുപോലെ നിന്നാൽ മാത്രമേ കുട്ടികൾ നേരെ ആകുകയുള്ളൂ. പുതിയ തലമുറയിൽ മാക്സിമം പേരൻസ് കുട്ടികളുടെ ഫോണ് എന്താണോ ഏതാണോ അതിനെക്കുറിച്ച് പേരൻസിന് അറിവ് കുറവാണ്. അപ്പൊ പേരൻസ് കൂടുതൽ അറിയാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള കുട്ടികളാണ് മാക്സിമം അങ്ങനെ പോകുന്നത്. നമ്മൾ കൂടുതൽ കുട്ടികളെ ഔട്ടിങ്ങിന് കൊണ്ടുപോവുക, അങ്ങനെ കുട്ടികളെ എൻഗേജിലാക്കണം. എന്തിലെങ്കിലും അമ്പലമായാലും പാർക്കായാലും അല്ലെങ്കിൽ വീട്ടിലിരുന്നാണേലും നമ്മൾ എപ്പോഴും കുട്ടികളെ മാക്സിമം ശ്രദ്ധിക്കാൻ പറ്റുന്ന സമയങ്ങളിൽ ശ്രദ്ധിക്കുക. അത് തന്നെ പ്രധാനമാണ്. കുട്ടികൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ എൻഗേജ്ഡ് ആയിരിക്കുന്ന കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ മടിയുണ്ട്. പേരൻസിന്റെ കഥകളോ
നമ്മുടെ കഷ്ടതകളോ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷങ്ങളോ അങ്ങനെ നമ്മുടെ സഹോദരങ്ങള് അമ്മൂമ്മ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞു ഞാൻ എന്റെ മോനെ അങ്ങനെയാണ് കൂടുതൽ മാക്സിമം എൻഗേജ്ഡ് ആക്കുന്നത്. അവൻ മാക്സിമം എപ്പോഴും കൂടുതലും ഫുട്ബോൾ കളിയിലൂടെ അങ്ങനെ ഫോണിലൊക്കെ ആയിരുന്നു. ഇപ്പൊ +1 പഠിക്കുകയാണ്, +2 ആയി ഇപ്പൊ. ശരി, ഓക്കെ. എന്തായാലും പക്ഷെ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇതാണ് സംഭവം, ഫോണിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കൂടുതൽ അവനോട് സംസാരിക്കും, എവിടെ പോയാലും അവനെ കൊണ്ട്, അതുപോലെ ഒറ്റയ്ക്ക് എവിടെ പോയാലും ഫോൺ കൊടുത്ത് വിടാതിരിക്കുക. ശരി, ഓക്കെ. താങ്കളുടെ ഒരു ജാഗ്രത, എല്ലാ തരത്തിലും ജാഗ്രത പാലിച്ചെങ്ങനെ നമുക്ക് ഇക്കാര്യത്തിൽ കാലം മറികടന്നു പോകാൻ കഴിയൂ. സോളമനാണ് തിരുവല്ലയിൽ നിന്നാണ്. ശ്രീ സോളമൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? യഥാർത്ഥത്തിൽ ഇതൊരു വല്ലാത്ത വെല്ലുവിളിയാണ്. ഒരു ഗെയിം നിരോധിച്ചാൽ അടുത്ത ഗെയിം അടുത്ത സെക്കൻഡിൽ തന്നെ വരും. അത് പല രൂപത്തിൽ അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് സോഷ്യൽ മീഡിയയിലൂടെ വരും, അല്ലാതെ ആപ്പുകളായി വരും, പലതരത്തിലാണത് ഇത്തരം കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പലതും ദുരന്തമായി കഴിഞ്ഞാണ് നമ്മൾ പൊതുസമൂഹം അറിയുന്നത്. നമ്മൾ അറിയുന്നില്ല എന്ന് കരുതി ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളതല്ല. ആ മേഖലയിൽ അറിവുള്ള കുട്ടികൾ പക്ഷേ ഇത് നേരത്തെ അറിയും. താങ്കൾക്ക് പറയാം. സാറേ, ഈ ഗെയിം നിർത്തലാക്കാൻ വല്ലതും പറ്റുമോ? അതല്ലേ ശ്രീ സോളമൻ, ഞാൻ താങ്കളോട് പറഞ്ഞത് വെച്ചാൽ ഏതെങ്കിലും കുറച്ച് ഗെയിമുകൾ നിർത്തലാക്കിയാൽ മറ്റു രൂപത്തിൽ ഇതെല്ലാം വന്നുകൊണ്ടേയിരിക്കും. അത് നമുക്ക് അതിനെയെല്ലാം തടയാൻ കഴിയില്ലല്ലോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ അതിനെല്ലാം തടയാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അത് പല പല രൂപത്തിൽ അത് വന്നുകൊണ്ടേയിരിക്കും. വേറെ രീതിയിൽ അല്ലേ? നമ്മുടെ അധ്യാപകർക്കും ഇതിനകത്ത് ഒരു ഇതുണ്ട്, മുളയിലെ നുള്ളേണ്ട കാര്യങ്ങൾ അത് മുളയിൽ തന്നെ നുള്ളണം, അല്ലാതെ. ശരി ശ്രീ സോളമൻ. ശ്രീ അഹമ്മദ് ബാവയാണ് മലപ്പുറത്ത് നിന്ന്. ശ്രീ അഹമ്മദ് ബാവ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ജീവിത പരിചയമൊക്കെ ഏറെ ഉള്ള ആളല്ലേ. ഈ പുതിയ തലമുറയെ ഇങ്ങനെ ഒരു അപകടത്തിൽ നിന്ന് എങ്ങനെ അതിൽ വീഴാതെ കൊണ്ടുപോകാം? നമസ്കാരം. നമസ്കാരം. ഇപ്പൊ ഏകദേശം ഒരു 10 ദിവസം മുൻപ് എൻ്റെ ഒരു സുഹൃത്തിന്റെ മകൻ ഇങ്ങനെ ഒരു 20,000 രൂപയെ പോയുള്ളൂ. അപ്പോഴത്തേക്ക് ഇതിന്റെ പിടുത്തം ഒരു ചെറുതായിട്ട് ഒരാള് അവന്റെ കയ്യിൽ ഇത് എത്തിച്ചു. ഏതായാലും ഇപ്പൊ കുട്ടി നേരായി. പിന്നെ ഞാനൊക്കെ അടക്കിയുള്ളവർ പറഞ്ഞ് വഴക്കൊന്നും വേണ്ട, തല്ലൊന്നും വേണ്ട, അപ്പൊ വാശി കൂടിയുള്ളൂ, നല്ല നിലക്ക് പറഞ്ഞു കൊടുത്ത് എങ്ങനെയല്ലോ ആ കുട്ടി രക്ഷപ്പെട്ടു. ഇത് വേദനാജനകമാണ്. 12 വയസ്സായ ഒരു കുട്ടിക്ക് പോലും ആത്മഹത്യ ചെയ്ത് വരും എന്ന് ഇതായിരുന്നു. ഇപ്പൊ ഇതിൽ ഒരു കണക്കിന് രക്ഷിതാക്കളെ അധ്യാപകരെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് ഫലമില്ല. കാരണം ഇപ്പൊ പഠിക്കാൻ ക്ലാസ് ഉണ്ട്, ഓൺലൈനിൽ ക്ലാസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുട്ടികൾ ഈ ഫോണും കൊണ്ട് മെല്ലെ റൂമിലേക്ക് എവിടത്തേക്കെങ്കിലും പോകുന്നത്. ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ കുട്ടികൾക്ക് ഫോൺ കൊടുത്ത് പഠിക്കാണ്ട് എന്ന് പറഞ്ഞാല് വാതിൽ ലോക്ക് ചെയ്യാൻ പാടില്ല എന്ന് ഞങ്ങളെ നിയമമാണ്. അതിൽ ഡോറ് തുറന്നിട്ടിട്ട് മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമമാണ്. ഇപ്പൊ ഒരു 9 വയസ്സൊക്കെ കഴിഞ്ഞാൽ കുട്ടികൾ ഈ ടെലിഫോണ് എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ രക്ഷിതാക്കളും അതുപോലെ അധ്യാപകർക്ക് ഒരു പ്രത്യേക ഒരു പങ്ക് ഇതിനകത്ത് ഉണ്ട് കേട്ടോ. രക്ഷിതാക്കൾക്കാൾ കൂടുതലുണ്ട് എന്നുള്ളതാ. കാരണം ഞാൻ 1975 സിഗരറ്റ് വലിച്ചത്. അതിന്റെ ശേഷം പിന്നെ ഞാൻ സിഗരറ്റ് വലിച്ചിട്ടില്ല. അത് അധ്യാപകന്റെതല്ല. ആ കാലമല്ല കേട്ടോ ഈ കാലം. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ആവുമ്പോ ഇതിപ്പോ സാറ് പറഞ്ഞ പോലെ ഇതിപ്പോ ഒരു ഗെയിം നിരോധിച്ചാല് അത് വേറെ ഏതെങ്കിലും രൂപത്തില് അല്ലെങ്കിൽ എന്തെങ്കിലും രൂപത്തിൽ വേറൊന്ന് വരും. അപ്പൊ എന്റെ ഒരു ചോദ്യം, ഈ മെറ്റയ്ക്ക് ഇതിങ്ങനെയുള്ള ഒരു ഗെയിമുകളും പ്ലാറ്റ്ഫോമിൽ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവന്നൂടെ എന്നാണ് എന്റെ ചോദ്യം. അതൊക്കെ സാധ്യമാകുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ലോകത്തിപ്പോൾ അങ്ങനെ എല്ലാം അത്തരം കാര്യങ്ങളിൽ ഇതിന് പിന്നിലുമൊക്കെ വലിയ ലോബികളാണല്ലോ. ഇതൊക്കെ സാമ്പത്തികമായ കോടികളുടെ ഇടപാടുകളാണല്ലോ. അതൊക്കെ എല്ലാം ലോകം മുഴുവൻ നന്നായിട്ട് നമ്മൾ നന്നാവും എന്ന് വിചാരിക്കാൻ നമുക്ക് കഴിയില്ല. നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ എങ്ങനെ കുട്ടികൾ അപകടത്തിൽപ്പെടാതെ മുന്നോട്ട് പോകാം, അതല്ലേ നമുക്ക് ചെയ്യാൻ കഴിയും. എങ്ങനെയെങ്കിലും ഇതിന്റെ നേർന്നപ്പോ ഒരു അധ്യാപക ദമ്പതികൾക്കാണ് 5 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ സുഹൃത്തിൻ്റെത് 20,000 രൂപയെ പോയുള്ളൂ. അപ്പോഴത്തേക്ക് അത് കണ്ട് നല്ല നിലക്കായതുകൊണ്ടല്ലേ. ഏതായാലും ഇത് ഏതെങ്കിലും വിധത്തിൽ കുട്ടികളുടെ പിന്നിൽ നമ്മളുടെ ഒരു കണ്ണ് ഇതിനുണ്ടാവണം. ഇത് സ്വന്തമായിട്ട് അവർ സ്വകാര്യമായിട്ട് ഈ ഫോൺ ഉപയോഗിക്കുമ്പോ ഏത് എന്ന് നോക്കാനുള്ള ഒരു ഇതുണ്ടാവണം. ചെറിയൊരു തിരക്കും ഒരു വാശിയൊക്കെ കുട്ടികളെ കയ്യിലൊക്കെ ഉണ്ടാവും. അതാണല്ലോ ഇപ്പൊ ഈ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത് അങ്ങനെയുള്ളത് നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ട് വളരെ വ്യക്തമാണ്. അങ്ങനെ ഒരു കുട്ടിയുടെ പിടിക്കപ്പെടുമ്പോൾ പോലും ആ കുട്ടിയെ വല്ലാതെ
വഴക്ക് പറഞ്ഞല്ല ആ കുട്ടിയെ നേർവഴിക്ക് കൊണ്ടുവരേണ്ടത്. കുട്ടിയെ അങ്ങനെ തന്നെ സ്നേഹത്തോടു കൂടി തന്നെ ആ കുട്ടിയെ ബോധ്യപ്പെടുത്തി തന്നെ കൊണ്ടുവരേണ്ടി വരും. അല്ലെങ്കിൽ കുട്ടികളാണ് ആ പ്രായത്തിലൊക്കെ. ബോധവൽക്കരണ പരിപാടികളോ ക്ലാസ്സുകളോ ഒക്കെ ഇപ്പോൾ ചാനലുകൾക്കും അങ്ങനെ സംഘടിപ്പിക്കും. നമ്മൾ ഈ വാർത്ത കൊടുക്കുന്നതും യഥാർത്ഥത്തിൽ ഈ ഇങ്ങനെ ഒരു ചർച്ച വെച്ചതും ഒക്കെ ആ ഉദ്ദേശത്തിലാണ്. കുറെ ആളുകളെങ്കിലും ആ കാര്യത്തിൽ ബോധവാന്മാരാവണം. നമ്മുടെ കുട്ടി അപകടത്തിൽ പെട്ട ശേഷം നമ്മൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോ വരാതിരിക്കാൻ ഇങ്ങനത്തെ ചർച്ചകളും നല്ലതാണ്. ഇപ്പൊ ഈ സംഗതി ചർച്ചയ്ക്ക് എടുത്തതും വളരെ നന്നായി. കാരണം ഇത് ഒരു നിസ്സാരമല്ല, ഇത് അല്ല, വലിയ അപകടമാണ്. ശരി, ശ്രീ അഹമ്മദ് ബാബ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സോമനാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ സോമൻ, യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾക്ക് മുന്നിൽ വാവിളർന്ന് നിൽക്കുകയാണ് വലിയ അപകടം. അവരെപ്പോഴും ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റിൽ ഒരു ക്ലിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ അവരെ മാടി വിളിക്കാനായി ആ തരത്തിലേക്കുള്ള ആപ്പുകളും ഗെയിമുകളും സൗഹൃദ കൂട്ടായ്മകളും ഒക്കെ നിൽക്കുകയാണ്. അവിടെ എങ്ങനെ നമുക്ക് നേർവഴിക്ക് കുട്ടികളെ കൊണ്ടുപോകാനാവും? ഹലോ സാറേ, നമസ്കാരം. നമസ്കാരം. എനിക്കിപ്പോ ഇതിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറയുന്നത് സാറേ, ഇതിന്റെ കുട്ടികൾ മാത്രമല്ല, കുട്ടികളും രക്ഷിതാക്കളും നമ്മളെ നാടും മൊത്തത്തിൽ അധ്യാപകരുൾപ്പെടെ എല്ലാവരും ഇതിന് ഉത്തരവാദികളാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അതിന്റെ കാരണം, ഞാൻ പല ഭാഗങ്ങളിലും വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ആ വണ്ടികളിൽ ഇരുന്ന് ഗെയിം കളിക്കുന്നത് കുട്ടികൾ മാത്രമല്ല, രക്ഷിതാക്കൾ, അതിന്റെ പ്രായമുള്ളവരും വലുതായവരും സർക്കാർ ജീവനക്കാരും അങ്ങനെ ഉൾപ്പെടെ പല ആളുകളും വാഹനങ്ങളിൽ ബസ്സുകളിൽ കയറിയിരുന്ന് ഇങ്ങനെ ഗെയിം കളിക്കുന്ന ഒരു സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ പലരെയും അത് താക്കീത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളോട് നമുക്ക് മക്കളെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, അവർ പറഞ്ഞാൽ തന്നെ, നമ്മളത് കുട്ടികൾക്ക് പറഞ്ഞാൽ തന്നെ കുട്ടികളത് വീട്ടിൽ ചെന്ന് ചിലപ്പോൾ രക്ഷിതാക്കളെടുത്ത് പറയുന്നത് ആ തരത്തിലായിരിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ ആള് ആരാണെന്നും ആ ആളിന് ഏത് കണക്കിന് ശിക്ഷ കൊടുക്കാം എന്ന് നമ്മളെ രക്ഷിതാക്കൾ അത് നോക്കുന്നുണ്ട്. അങ്ങനെയും പല അനുഭവങ്ങളും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഫോണെന്ന് പറയുന്നത് ഇന്ന് ആർക്കും ഒഴിവാക്കാൻ പറ്റത്തില്ല. ആരടുത്തും പിന്നെ നിങ്ങൾ ഇങ്ങനെ ഫോൺ ഉപയോഗിക്കരുതെന്ന, അല്ലെങ്കിൽ അതിൽ ഗെയിം കളിക്കരുതെന്ന, അല്ലെങ്കിൽ ഇത് ഗെയിം ഇറക്കുന്ന ഏതെങ്കിലും ഒരു കമ്പനിയുടെ അടുത്ത് നിങ്ങൾ ഗെയിം ഇനി അങ്ങനെ ഫോണിൽ ഇങ്ങനെ വരരുതെന്ന, കുട്ടികൾക്ക് കാണാൻ പറ്റില്ലെന്ന, അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല. കുട്ടികളും രക്ഷിതാക്കളും നമ്മൾ വലിയവരും പ്രായം ചെന്നവരും ഇല്ലാത്തവരും എല്ലാവരും നമ്മളെ കുട്ടികളെ സസന്തോഷം സ്നേഹിച്ച് മക്കളെ അത് പാടില്ല എന്ന് പറഞ്ഞ് അവർക്ക് അതിന്റെ അറിവ് കൊടുത്ത് അവർ ഇത് കുട്ടികളടുത്ത് ഇത് കാണുന്നത് നിർത്തലാക്കാൻ മാത്രമേ കഴിയൂ. പക്ഷെ ഇങ്ങനെ സംഭവിച്ചതിൽ നമുക്കും ദുഃഖമുണ്ട്. ശരി, ശ്രീ രാജേന്ദ്രൻ നായരാണ് ആറന്മുളയിൽ നിന്നാണ്. ശ്രീ രാജേന്ദ്രൻ നായർ, എങ്ങനെ നമുക്ക് ഇത്തരം അപകടങ്ങളിൽ നിന്ന് നമ്മുടെ കുട്ടികളെ, പുതിയ തലമുറയെ രക്ഷിക്കാൻ കഴിയും? സാറേ നമസ്കാരം. നമസ്കാരം. ഞാൻ ഈ കുട്ടികളെ സംബന്ധിച്ച് പറയാൻ, കുട്ടികളെ തന്നെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കഥയില്ല സാറേ. അതെ, കാര്യം ഏറ്റവും വലിയ ചോദിച്ചാൽ, കുട്ടികളെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധകൾ കുറവാണ്. അപ്പൊ അവര് ഫോൺ കളിക്കാൻ അവർക്ക് കൊടുക്കും. അവര് എന്തൊക്കെ ഫോൺ ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുന്നില്ല. രണ്ടാമത്, ഈ സീരിയല് വളരെ ദോഷം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. കാര്യം ഇതിനകത്ത് കുടുംബസമേതം ഇരുന്നാണ് ഈ സീരിയലുകൾ കാണുന്നത്. അതിനകത്ത് ഏതെങ്കിലും ഒരു സീരിയൽ നല്ലതുണ്ട്. ഒന്നീ കുടുംബ പ്രശ്നം, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് പ്രശ്നം, അല്ല കുട്ടികളെ ഇട്ടു. ഈ വക സീരിയലുകൾ നിർത്തലാക്കി കുട്ടികളെ നല്ല രീതിയിലുള്ളതുകൊണ്ട് താങ്കൾ എന്തായാലും ശ്രീകലയാണ് കോയമ്പത്തൂരിൽ നിന്നും. ശ്രീകല, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? ശ്രീകല കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീകലയുടെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ട്. ശ്രീ വത്സലയാണ്, കരമനയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ വത്സല, ഈ കുട്ടികൾ ഇത്തരം അപകടത്തിൽ ചാടാതെ അവരെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന വെല്ലുവിളിയാണ് കൗമാരക്കാരായ എല്ലാ കുട്ടികളുടെയും രക്ഷകർത്താക്കൾക്ക് മുന്നിലുള്ളത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഹലോ, നമസ്കാരം. നമസ്കാരം. ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോ കണ്ടതാണ്. ഒരു അപ്പൂപ്പന്റെ മോള്, അത് കഴിഞ്ഞൊരു മോൻ. ഞാൻ എന്തോ ചോദിക്കാൻ നോക്കിയപ്പോ അവിടെ ആരും സംസാരിക്കാനില്ല, എല്ലാരും ഫോണിലാണ്, സെപ്പറേറ്റ് ഓരോ ഫോണിലാണ് സംസാരിച്ചത്. അപ്പൊ ഇതിൽ ആരെയാണ് ശരിയാക്കേണ്ടത്? അപ്പൂപ്പനെയാണോ, മോളെയാണോ, കൊച്ചുമോനെയാണോ? അപ്പൊ എല്ലാവരും ഏറ്റവും കൂടുതൽ നേരം ടെലിഫോണിൽ ഗെയിമൊന്നും കളിക്കുന്നില്ലെങ്കിലും ടെലിഫോണിൽ കുത്തിയിരിക്കുകയും ഈ ചില ആപ്പുകളിലൊക്കെ പോട്ട് പണം നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നത് പ്രായമായ ആളുകളുടേതാണ്.
അതാണ്. അപ്പൊ അവര് വേണം മറ്റവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ കറക്റ്റ് ചെയ്യേണ്ടത് മുതിർന്ന ആളുകളാണ്, എന്നാലല്ലേ ശരിയാവൂ. അതെ. അപ്പൊ അത് അങ്ങനെ ചെയ്താലേ ഇന്ന് പരിഹാരമാവുള്ളൂ. അതൊരു എന്തായാലും ശ്രീമതി വത്സല ചൂണ്ടിക്കാണിച്ചതും ഒരു ഗൗരവമുള്ള വിഷയം തന്നെയാണ്. നമ്മൾ കൗമാരക്കാരുടെ വിഷയമാണ് ചർച്ച ചെയ്തെങ്കിൽ പോലും പ്രായമായ ആളുകൾ ആണ് ഇപ്പോൾ കൂടുതലായി ഇത്തരം സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. കാരണം അവർക്ക് ജീവിതത്തിൽ കൂടുതൽ സമയമുണ്ട്, അതുകൊണ്ട് അവർ കൂടുതൽ സമയം സമൂഹ മാധ്യമത്തിൽ ചെലവഴിക്കും. അവരെ ലക്ഷ്യമിട്ടാണ് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ലക്ഷ്യത്തിൽ അവരുടെ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ പല പല ആശയങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും ഒക്കെ നടത്തുന്നത്. അവരുടെ കയ്യിൽ നിന്നാണ് പലപ്പോഴും പണമൊക്കെ നഷ്ടപ്പെടുന്നത്. ഈ അക്കൗണ്ടിലിട്ടാൽ ഇത്ര ശതമാനം പലിശ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരൂ, അല്ലെങ്കിൽ ഈ വെർച്വൽ അറസ്റ്റൊക്കെ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ വിഷയം കുട്ടികളുടേതാണ്. കുട്ടികളുടെ ചുറ്റും കാത്തിരിക്കുന്ന ഇത്തരം ഓൺലൈൻ വെബ്സൈറ്റുകളും അല്ലെങ്കിൽ അത്തരം ഗെയിം സൈറ്റുകളും ഒക്കെ ഉണ്ട്. അവയിലൊക്കെ പെട്ടുപോവാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് കുട്ടികളെ പഠിപ്പിക്കുക, അവരെ ബോധവൽക്കരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അത്തരം ആശങ്ക തന്നെയാണ് പ്രധാനമായും പ്രേക്ഷകരെല്ലാവരും പ്രകടിപ്പിച്ചത്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.